ദിവസങ്ങളുടെ കർത്താവ് എന്നോട് ഇടപെടുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവാം. ഇതൊരു ഒരു പ്രകാശനമാണ്. വെളിപ്പാടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രകാശനമാണ്. ലോകത്തിലെ എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നുണ്ട്, അവിശ്വാസികളും പ്രാർത്ഥിക്കുന്നുണ്ട്, നാമധേയ ക്രിസ്ത്യാനികൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയും അവരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു മുഖം, ഏറ്റവും നല്ല മുഖം, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നല്ല സ്വഭാവത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നല്ല മനസാക്ഷിയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവമക്കളെ നോക്കി നമുക്ക് സമയം കൊണ്ട് പ്രാർത്ഥിക്കാം. വി സ്പെൻഡ് മോർ ടൈം ഇൻ പ്രേ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. ജെയിംസ് 4 അതിൻ്റെ 7 and 8 വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇന്ന് പകൽക്കാലവും ദൈവം അത് ഇടപെട്ടത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. കിട്ടിയൊരു വായിച്ചാട്ടെ. ആ ഓക്കെ. ഈ യാക്കോബിന്റെ ലേഖനം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട പുള്ളി പാപികളെന്നൊക്കെ വിളിക്കുക. പുള്ളി ചെയ്യുന്നത് ശരിയാണോ? ഈ യാക്കോബിന്റെ ലേഖനം എല്ലാവർക്കും, ഈ റൈച്ചസ് ടീച്ചേഴ്സിനും ഗ്രേസ് ടീച്ചേഴ്സിനും എല്ലാം ഒരു ഇടർച്ചയായി യാക്കോബിന്റെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു വിഷയം പറയട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവദാസന്മാർക്ക് കൊടുത്തിരിക്കുന്ന വെളിച്ചത്തിലും അവർക്ക് കൊടുത്തിരിക്കുന്ന സഭകൾക്കും തക്കവണ്ണമുള്ള ഉപദേശം പറയുവാൻ അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. തലമുറയായിട്ട് നമ്മൾ ഇത് വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ പുതിയ നിയമ പുസ്തകങ്ങളെ കാണുമ്പോഴാണ് പ്രശ്നം. അവിടെ രക്ഷിക്കപ്പെട്ടവരുണ്ടാകാം, എന്നാൽ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നവരെ എന്ത് വിളിക്കണം? നല്ല ഡോസ് കൊടുക്കുന്നവർക്ക് അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ഡോസ് കൊടുക്കുന്നുണ്ട്. കാരണം അവരെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? സുഖപ്പീരിന്റെ സുവിശേഷം പറയാനല്ല, നരകത്തിലോട്ട് ആരും പോകാതിരിക്കാൻ. ചിലതിനെ തല്ലിയെങ്കിലേ കോൾ മനസ്സിലാകത്തുള്ളൂ. ചിലരോട് സമാധാനത്തിൽ പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. ചിലരങ്ങനല്ല, പെട്ട കൊടുക്കേണ്ടടുത്ത് പെട്ട കൊടുത്തെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിന്റെ അങ്ങനെ എഴുതിയേക്കുന്നത്. ഇനിയും വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. God resists the proud. അത് ഇവിടെ തന്നെ അല്ലേ? 4:6 വായിച്ചാട്ടെ. അതിന് മുമ്പ് അവൻ നെഗളികളോട് എതിർത്ത് നിൽക്കുന്നു. സ്തോത്രം. അപ്പൊ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നും മനഃപൂർവമായി വരേണ്ടുന്ന ചില പ്രവൃത്തികളുണ്ട്. ഈ പ്രവൃത്തികൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ നമുക്ക് ചെന്നെത്താനൊക്കത്തുള്ളൂ. പ്ലെയിൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ടിക്കറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സാ, ഡീലക്സാ, ദൈവത്തിൻ്റെ പ്രിയമക്കളാ, സത്യമാ, ദൈവം പ്രസാദിച്ചിരിക്കുക നമ്മളിൽ, സന്തോഷമല്ലേ? പക്ഷെ ദൈവം പ്രസാദിച്ചിരിക്കുന്ന മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? ഉയർന്നു പറക്കാനാ. ഉയർന്നു പറക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം. കൃപയിലാണെങ്കിൽ ഞാൻ പറയുന്നു, അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തത്തുള്ളൂ. ദൈവമേ എന്നെ താഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കരുത്. ഞാൻ താഴുന്നു, മനഃപൂർവ്വമായി ഞാൻ താഴുന്നു. എവിടെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ദൈവദാസൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ ജീവിതത്തിൽ ഒന്നുകിൽ ദൈവം അനുവദിച്ചിട്ട് താഴ്ചകൾ വന്നത് ദൈവം കൃപ കൊടുത്ത് അവനെ ഉയർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ അവൻ തന്നെത്താൻ താഴ്ത്തിയതായിരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, കുറ്റം പറയുകയല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിഗളം എവിടെ ഉണ്ടെന്ന് മാത്രം കർത്താവിനോട് ചോദിച്ചാൽ, ഉണ്ടോ എന്നല്ല പറയേണ്ടത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഷിജുവിന് നിഗളം ഉണ്ടെങ്കിൽ എന്ന് ഷിജു പ്രാർത്ഥിക്കത്തില്ല. കാരണം ഷിജുവിന് കിട്ടിയിട്ടുള്ള വെളിപ്പാടനുസരിച്ച് ഷിജു പാസ്റ്റർ എന്നല്ല ഇവിടെ പറയുന്നത്, ഷിജു എന്ന വ്യക്തിക്ക് അറിയാം ചിലപ്പോൾ ജന്മന നിഗളം കൊണ്ട് ജനിക്കുന്നവരുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് ജന്മന വൈകല്യമുള്ളത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ മാനസിക അവസ്ഥയിൽ ജന്മന നിഗളമുള്ളവരുണ്ട്. ചിലർക്ക് അസൂയായിരിക്കും, ജന്മന അസൂയാലുക്കളാ. ചിലർ ജന്മന മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവരാ. ജന്മന ഉള്ള സ്വഭാവങ്ങളാ. പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്നതോ കുടുംബ ശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടുന്നവരോ ഒക്കെ ഉള്ളവരാ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ ഞാൻ അറിയുന്നില്ല,
എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നത് എൻ്റെ ഈ ആദാമ്യ സ്വഭാവം എന്തെങ്കിലും ഒന്നാണെങ്കിൽ കർത്താവെ നീ എന്നെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ ബുദ്ധിമാൻ. കാരണം നമ്മൾ ഡോൾസിനെ പോലെയോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരെ പോലെയോ അല്ല റോബോട്ട്സിനെ പോലെയോ സ്പൂൺ ഫെഡ് ആയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം പഠിക്കുകയും ജീവിതത്തിൽ അനുഭവമാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്ത് ചെയ്യണം ബ്രദറെ? അത് ഞാൻ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചു, എന്നിട്ട് പറഞ്ഞു ഉത്തരവൊന്നും കിട്ടുന്നില്ല. ശരി, ഒരു കാര്യം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് ഇങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയുണ്ടായിരുന്നു. ആ മേഖലയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ടായിരുന്നു. അതിനെ മാറ്റിയെടുക്കാൻ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നു. ഇത് വ്യക്തിപരമായ വിഷയമാണ്. ഇതൊരു ഡോക്ടറിനായിട്ട് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. ഇത് വ്യക്തിപരമായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു, പലരുടെയും മുകളിൽ വന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വട്ടമിട്ട് നിൽക്കുക. അകത്തേക്ക് ഇടയ്ക്കൊന്ന് വരും, പിന്നെയും പോകും, പിന്നെ അകത്തേക്ക് വരും. ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കാനാണ്, എന്നും വസിക്കാൻ. അങ്ങനെ ദൈവം എപ്പോഴും ഉള്ളിൽ വസിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് 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 ഉത്തരങ്ങൾ കിട്ടേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന, ഒന്നാമത്തെ മുഖം നല്ല മനസാക്ഷിയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം. വി മസ്റ്റ് പ്രേ വിത്ത് എ ഗുഡ് കോൺഷ്യൻസ്. ഒന്നാമത്തെ പ്രാർത്ഥന. So let me share this with you. Because I don't look into the scripture and read 10 verses, please don't think I'm not sharing the word of God. I am sharing the word of God. Praise the Lord. Hallelujah. The second thing that you require in speaking, in praying in the spirit, is to pray in tongues. Yes, when you are in the presence of God, you don't have to worry about what your mind tells you. That is why God has given you the Holy Spirit to pray in tongues. Amen. My brothers and sisters, I want you to know that praying in the Spirit is so interesting. Amen. These days I am telling God, I don't get time to come pray. You don't know hours flying by. ഹല്ലേലൂയ. സമയം ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. Hallelujah. Thank you, brother. Pray in tongues. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. All the time. എപ്പോഴും. When you are driving. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ. When you are cooking. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. When you take a bath. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. Whatever you do. എന്ത് ചെയ്തിരുന്നാലും. Keep on praying in the Spirit. ആത്മാവിൽ നിരന്തരം പ്രാർത്ഥിക്കുക. Sometimes you will see that God gives you prophecies from your own mouth. നിങ്ങളുടെ തന്നെ വായിൽ കൂടെ പ്രവചനാത്മാവിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. You will know it is for you. നിങ്ങൾക്കറിയാം എന്നോട് ദൈവം സംസാരിക്കുന്ന പ്രവചനമായത്. So speaking in tongues is another important, interesting way to pray. പ്രാർത്ഥനയുടെ ഒരു പ്രധാന കാര്യമാണ് അന്യഭാഷയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം. Now I'm going to tell you the third thing which I have not touched today so far in this church. Praying with the scriptures. തിരുവചനത്തെ ഓർമ്മിപ്പിച്ച് ഉണർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. Hallelujah. We are going to do that today. We are going to take that. Is going to be a fire. അത് വലിയ തീയായിട്ട് കത്തുന്ന കാര്യം. The Lord has been bringing it into my heart many times. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചിട്ടുള്ള ഒരു ചിന്തയാണിത്. You know, we can be attached to Jesus emotionally. നമുക്ക് വൈകാരികമായിട്ട് യേശുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. But that is a immature level. അതൊരു അപക്വമായ നിലയാണ്. The real level is when you connect to God through the word. ദൈവവചനവുമായി വചനത്തിൽ കൂടി ദൈവവുമായി ബന്ധപ്പെടുമ്പോഴാണ് യഥാർത്ഥ ബന്ധം. When Jesus was on the cross, look into Psalms 22. 22-ാം സങ്കീർത്തനം നമുക്ക് നോക്കാം. There you see what Jesus is saying on the cross. യേശു ക്രൂശിൽ വെച്ച് എന്താണ് പറയുന്നത് നമുക്ക് കാണാം. He says, I am become as a worm. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. സ്തോത്രം. But I am a worm, no man, a reproach of men, despise of the people. Yes. And then into your hands I commit my spirit. He says somewhere there in Psalms 22. Somewhere there. Don't worry about it. Somewhere there. Okay? Hallelujah. Now the same thing Jesus spoke to the Father when he was on the cross. Amen. യേശു കർത്താവ് ഇതേ വാക്ക് തന്നെ പിതാവിനോട് ക്രൂശിലായിരുന്നപ്പോൾ സംസാരിച്ചു. Now remember, Jesus read the same Psalms which we are reading now. നമ്മൾ വായിച്ച ഇതേ സങ്കീർത്തനം കർത്താവ് യേശു വായിച്ചിരുന്നു. Jesus has read Genesis when he was on the face of the earth. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചത് തന്നെ വായിച്ചു. And Jesus has read all the Old Covenant books. പഴയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം കർത്താവ് വായിച്ചു. And Jesus, സ്തോത്രം പിതാവേ, സ്തോത്രം.
സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. Excuse me. കർത്താവിന് നന്ദി കർത്താവേ. സ്തോത്രം. താങ്ക് യു ലോർഡ്. Thank you, Lord. Hallelujah. We give you glory. We give you honor. We give you praise. ഹല്ലേലൂയ. We give you thanks, Lord. നന്ദി യേശുവേ. ഹല്ലേലൂയ. കർത്താവേ നീ വലിയവനാണപ്പാ. നിന്നെപ്പോലെ ആരുമില്ല നാഥാ. തേജസ്സുള്ള നിറയണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകം പാരിശുദ്ധത്തിൽ തരണമേ. സഹായിക്കണേ. കൃപയാൽ നിറയ്ക്കണേ കർത്താവേ. അനുഗ്രഹങ്ങൾ നിറയ്ക്കണേ കർത്താവേ. So you see, Jesus spoke to the Father through the word of God. ദൈവവചനത്തിൽ കൂടി കർത്താവായ യേശു പിതാവിനോട് സംസാരിച്ചു. And Jesus always did that. Is a good example for us. യേശു കർത്താവ് ചെയ്ത ആ നല്ല കാര്യം നമുക്കൊരു മാതൃകയാണ്. When we pray in the scripture, we are relating to God again through Jesus the Son, who is the word of God. ആമേൻ ആമേൻ. തിരുവചനം നമ്മൾ ദൈവസന്നിധിയിൽ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനമാകുന്ന യേശു ക്രിസ്തുവിൽ കൂടി നമ്മൾ പിതാവിനോട് ബന്ധപ്പെട്ടാണ് Look at പ്രാർത്ഥിക്കുന്നത്. Psalm 70. 70-ാം സങ്കീർത്തനം നോക്കാം. I think it's a perfect psalm for us to pray right now. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ വളരെ ഉചിതമായിട്ടുള്ള സങ്കീർത്തനമാണത്. How amazing God reveals His truths. Hallelujah. ഹല്ലേലൂയ. ദൈവത്തിന്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന രീതി എത്ര ശ്രേഷ്ഠമാണ്. Church, pray this to the Lord. നമുക്ക് ഇത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Come on, close your eyes. കണ്ണുകൾ അടയ്ക്കാം. And this is a psalm of David. Forget David. In Christ Jesus, you are a child of God. You are greater than David. Make haste, O God, to deliver me. Make haste to help me, O Lord. Let them be ashamed and confounded that seek after my soul. Let them be turned backward and put to confusion that desire my hurt. Let them be turned back for a reward for their shame that say, Eha, Eha. Let all that seek thee rejoice and be glad in thee. And let such as love thy salvation say continually, let God be magnified. But I am poor and needy. Make haste unto me, O God. Thou art my help and my deliverer. 1 minute. O Lord, make no tarrying. What a wonderful prayer. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. But I will not pray these verses. എന്നാൽ You know, ഇതിലെ ചില വാക്കുകൾ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. I will not pray for the destruction of my enemy. No. ശത്രുവിന്റെ നാശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. I leave that part alone. അത് ഞാൻ വെറുതെ വിടും. Because the Bible says, pray for those who hurt you and bless those who curse you. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും. But the rest of the things we can do. എന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. Look at that. Make haste. We all need haste means speed. സ്പീഡ്. Haste means speed. Vegada. ആമേൻ. നമുക്ക് വേഗത ആവശ്യമാണ്. Okay. In many countries, the drivers put speed breakers on their vehicle. സ്തോത്രം. അനേക ദേശങ്ങളിലെ ഡ്രൈവർമാർ അവരുടെ വാഹനങ്ങളിൽ സ്പീഡ് ബ്രേക്കർ അപ്ലൈ ചെയ്യും. Because if you go above a particular kilometer per hour, the thing will begin to stall. It cannot go forward. സ്തോത്രം. ഒരു പ്രത്യേക സ്പീഡിനേക്ക് അപ്പുറത്തേക്ക് കവിഞ്ഞാൽ ആ വണ്ടി പിന്നെ അതിനേക്കാൾ സ്പീഡിൽ പോകത്തില്ല. Now God does not put any speed breakers in our prayer. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു സ്പീഡ് ബ്രേക്കർ അപ്ലൈ ചെയ്തിട്ടില്ല. We don't realize we put speed breakers in our prayer. നമ്മൾ അറിയുന്നില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ വേഗത കുറയ്ക്കുന്നത്. Tonight the Lord is going to break it in the name of Jesus. ഇന്ന് രാത്രി യേശു കർത്താവ് അതിനെ മാറ്റാൻ We are പോകും. going to be excellent prayer warriors. നമ്മൾ നല്ല പ്രാർത്ഥന പോരാളികളായി തീരാൻ പോകും. I tell you, greater is the man who prays than the one who preaches. ആമേൻ. പ്രസംഗിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠൻ പ്രാർത്ഥിക്കുന്നവനാ. I want to say that again. ഞാൻ വീണ്ടും പറയാം. Greater is the one who has a relationship with God in prayer than the one who preaches. ആമേൻ. പ്രാർത്ഥനയിൽ ദൈവത്തോട് ബന്ധമുള്ള വ്യക്തിയാണ് പ്രസംഗിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠൻ. Good messages can come only through good prayer. ആമേൻ. നല്ല സന്ദേശങ്ങൾ പ്രാർത്ഥനയിൽ കൂടെ വരത്തുള്ളൂ. And good prayer means good relationship with God. ആമേൻ. നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ഉറ്റ ബന്ധത്തെ കാണിക്കുന്നു. Hallelujah. Hallelujah. So here he says, God, make haste to deliver me. May please be speedy to help me. I need you to help me quickly. That's what God is saying. ആമേൻ. സംഗീതകാരൻ പറയാണ്, കർത്താവ് എന്നെ സഹായിക്കാൻ വേഗം വരണം. അവിടുത്തെ സഹായം എനിക്ക് ഏറ്റവും വേഗം അത്യാവശ്യമാണ്. And then let's go down. താഴേക്ക് Verse വായിക്കുമ്പോൾ 4, let all those that seek you rejoice and be glad in you. And let such as love thy salvation say continually, let God be magnified. ആമേൻ. നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ നീ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഹല്ലേലൂയ. Okay. Thank you, So that's a Jesus. beautiful prayer, isn't it? എത്ര നല്ല പ്രാർത്ഥനയാ. First, David is praying for himself. ആദ്യമേ ദാവീദ് തനിക്കായി പ്രാർത്ഥിച്ചു. Now in verse 4, he's praying for the rest of the people. ഇപ്പോൾ നാലാം ഭാഗത്തിൽ വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. And then he comes to verse 5. ആ അഞ്ചാം വാക്യം വരുമ്പോൾ He's talking about himself. തന്നെ പറ്റി അദ്ദേഹം പറയുന്നു. Now we are rich in Christ. നമ്മൾ ക്രിസ്തുവിൽ സമ്പന്നരാണ്. That's a fact. അത് സത്യമാണ്. But sometimes we look around, we know how poor we are. എന്നാൽ നമ്മൾ ചിലപ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ദരിദ്രരാണ്. Church, let me tell you something. ഞാൻ ഒരു കാര്യം പറയാം. Be realistic minded also. ഓ ഹല്ലേലൂയ. യഥാർത്ഥ മനസ്സ്, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന മനസ്സുള്ളവരാകുക. I'm righteous.
ഞാൻ നീതിമാനാ, I am rich in Christ. ഞാൻ ക്രിസ്തുവിൽ സമ്പന്നനാ. I always say I am the richest pastor in the world. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ പാസ്റ്റർ എനിക്കുണ്ട്. But when I sometimes look into my situation, എന്നാൽ എന്റെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ am I rich in the word? ഞാൻ ദൈവവചനത്തിൽ സമ്പന്നനാണോ? Am I rich in prayer? പ്രാർത്ഥനയിൽ സമ്പന്നനാണോ? Am I rich in a good conscience? നല്ല മനസാക്ഷിയിൽ സമ്പന്നനാണോ? Am I rich in good spirits? നല്ല ആത്മാവിൽ സമ്പന്നനാണോ? And then I go to God എന്നിട്ട് ഞാൻ and ദൈവസന്നിധിയിൽ say, Lord, പോകുമ്പോൾ, I need to be filled again. കർത്താവേ എനിക്ക് വീണ്ടും നിറയണം. So don't live with Hallelujah. hypothetical mindset. Live with a realistic mind. ആമേൻ ആമേൻ. അതെ, കണക്ക് കൂട്ടിയുള്ള ഒരു മനസ്സിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, യാഥാർത്ഥ്യത്തിൽ ജീവിക്കണം. Hypothesis means you live by theory, just theology and theory. ആമേൻ. ആ തിയോളജിയും തിയറിയിലും ജീവിക്കുന്ന, അതിന്റെ അക്ഷരത്തിൽ ജീവിക്കുന്ന കാര്യമാണ്. What you need is reality. ആമേൻ. എന്നാൽ നമുക്ക് അക്ഷരമല്ല ആവശ്യം, യഥാർത്ഥമായിട്ടുള്ള ബന്ധമാണ് ആവശ്യം. Jesus has to come into our realities. നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് യേശു വന്നേ പറ്റൂ. And the best thing is to pray in the scripture. അത് തിരുവചനത്തെ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. God gave us Jesus Christ. യേശു കർത്താവിനെ ദൈവം നമുക്ക് തന്നു. He's our savior. യേശുവാണ് നമ്മുടെ He's our രക്ഷിതാവ്. Lord. യേശുവാണ് കർത്താവ്. He's our redeemer. യേശുവാണ് വീണ്ടെടുപ്പുകാരൻ. His blood was shed for us. യേശുവിന്റെ രക്തം നമുക്കായി ചിന്തി. And we give Jesus back to God. ഈ യേശുവിനെ നമ്മൾ പിതാവിന്റെ സന്നിധിയിലേക്ക് മടക്കി കൊടുക്കുക. How do we give Jesus back to God? എങ്ങനെയാണ് യേശുവിനെ മടക്കി കൊടുക്കുന്നത്? The Jesus that is inside our heart, we invest into the Christ that is inside our heart. നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിലേക്ക് നമ്മൾ നിക്ഷേപിക്കുക. How do we do that? എങ്ങനെയാണ് We ചെയ്യുന്നത്? receive the word from God ദൈവത്തിൽ നിന്ന് വചനം സ്വീകരിക്കുന്നു. and we give back the word from God. അതേ വചനം കർത്താവിന്റെ സന്നിധിയിലേക്ക് മടക്കി അയക്കുക. Are you understanding me? Yes, you are. In the name Hallelujah. of Jesus. Hallelujah. Hallelujah. Praise the Praise the Lord. Lord. That is why when you pray with the Spirit, pray in the gift, pray in the word, things begin to change. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, താഴ്മയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. If you pray with your mind and your ordinary soul, you may go 15 minutes. That's all. ആമേൻ. നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ, ദേഹിയിൽ പ്രാർത്ഥിച്ചാൽ പരമാവധി 15 മിനിറ്റ് പ്രാർത്ഥിക്കും. And we are all good people. I know we all have a good heart, praise God, a good conscience, and we want only good. So our prayers are good up to this level. അതുകൊണ്ട് നമ്മൾ നല്ലവരായതുകൊണ്ട്, നല്ല മനസാക്ഷിയുള്ളവരും ഈ തലം വരെ നമ്മുടെ പ്രാർത്ഥന പോകും. I thank God there are no crooks and bad people in the church. Praise the Lord. സഭയിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളോ മോശക്കാരോ കുനിഷ്ഠ ബുദ്ധി ഉള്ളവരോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്തോത്രം. Everybody is straightforward. എല്ലാവരും നേരെ വാ എന്ന് പറയുന്നു. Everybody wants to see the brother or sister being blessed. That's good. സഹോദരി സഹോദരന്മാരുടെ നന്മയിൽ സന്തോഷിക്കുന്നവരോ But എല്ലാവരും. shall I tell you a secret? നല്ലൊരു രഹസ്യം പറയട്ടെ. We have only come up to the level of the good Jewish people who lived during the time of Jesus. യേശു കർത്താവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന നല്ല യഹൂദന്മാരുടെ നിലവാരം വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. They were Pharisees. They were very crooked fellows. ആമേൻ. പരീശന്മാര് വളരെ കുനിഷ്ഠബുദ്ധിയുള്ളവരായിരുന്നു. They let us leave them, leave them aside. നമുക്ക് അവരെ മാറ്റി നിർത്താം. There were good Jewish people in Jesus' time. യേശു കർത്താവിന്റെ കാലത്ത് നല്ല യഹൂദന്മാരുണ്ടായിരുന്നു. Peter was a good Jew. നല്ല അങ്ങനെയുള്ളൊരു യഹൂദനായിരുന്നു പത്രോസ്. Andrew was a good Jew. അന്ത്രയോസ് നല്ല യഹൂദനായിരുന്നു. All these people are good Jewish people. അവരെല്ലാം നല്ല യഹൂദന്മാരാണ്. They had just taken baptism. അവരിപ്പോൾ സ്നാനപ്പെട്ടവരാ. But they did not understand the goodness of Jesus. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ നന്മയെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. You remember when Jesus met a guy called Nathaniel? നഥാനിയേലിനെ കർത്താവ് കണ്ടപ്പോൾ What did Jesus tell about Nathaniel? യേശു നഥാനിയേലിനോട് എന്ത് പറഞ്ഞു? There is no guile in this man. ഈ മനുഷ്യനിൽ കപടമില്ല. Even before he knew Jesus, he was clean. ആമേൻ. യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ നഥാനിയേൽ കപടമില്ലാത്തവനാ. So I think many of you are like that. നിങ്ങളിൽ പലരും അങ്ങനെയുള്ളവരാ. You are like Nathaniels. നിങ്ങൾ നഥാനിയേൽമാർ പോലെ Straightforward. നേരെ വാ നേരെ പോ എന്ന് പറയുന്നത്. Good people. നല്ല മനുഷ്യർ. But my precious brothers and sisters, in the kingdom of God, that is not enough. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവരാജ്യത്തിൽ അത്രയും പോരാ. You need to be smart in the kingdom of God. നമ്മൾ ദൈവരാജ്യത്തിൽ മിടുക്കരാകണം. Yes, we need to be extra smart. നമ്മൾ വളരെ മിടുക്കരാകണം. It is not enough that you're good people. You need to be smart Christians. നല്ലവരായാൽ പോരാ, മാത്രം പോരാ, നമ്മൾ ബുദ്ധിയുള്ളവരാകണം. I have a message for you. നിങ്ങൾക്ക് ഒരു സന്ദേശമുണ്ട്. 1 year ago, if you went to this telephone, stores, you will see smartphones, ordinary phones, etc. ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ ഫോൺ വാങ്ങിക്കാൻ കടയിൽ ചെന്നാൽ സ്മാർട്ട് ഫോണും സാധാരണ ഫോണും ഒക്കെ കിട്ടും. Today, you don't find any ordinary phone. Everybody wants only smartphone. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പോയാൽ സാധാരണ ഫോണേ ഇവിടെ കാണാനില്ല, എല്ലാം സ്മാർട്ട് ഫോണാണ്. Buying an Android or buying an Apple is not at all an issue for people. ആളുകൾക്ക് ആൻഡ്രോയിഡോ ആപ്പിളോ ഒന്നും വാങ്ങിക്കുന്നത് ആർക്കും ഒരു വിഷയമല്ല. It has become a common thing. അതൊരു സാധാരണ സംഭവമാണ്. I want to tell you something interesting. Good people may not last. Christians last. ആമേൻ. ഞാൻ ഒരു കാര്യം Smart പറയട്ടെ. Christians last. ആമേൻ ആമേൻ. നല്ലവരെന്ന് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ മിടുക്കന്മാരെ ബുദ്ധിയുള്ള ക്രിസ്ത്യാനികൾ എന്നേക്കും നിലനിൽക്കും. Those who understand say an amen to that. ആമേൻ. ഹല്ലേലൂയ. And a smart Christian knows how to connect to his God.
ആമേൻ ആമേൻ. ഒരു ബുദ്ധിയുള്ള ക്രിസ്ത്യാനി തന്റെ ദൈവവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടാമെന്ന് അവനറിയാം. David excelled. One of the reasons is David knew God and he moved with God. സ്തോത്രം. ദാവീദിന്റെ ഉയർച്ചയ്ക്കുള്ള ഒരു കാരണം ദാവീദിന് ദൈവത്തെ അറിയാമായിരുന്നു, ദൈവത്തോടൊപ്പം അദ്ദേഹം പോയി. He was passionate for God. ദൈവത്തിന് വേണ്ടി വളരെ ദാഹമുള്ളവനാണ്. Though he was a greater villain than Saul, according to me, he was hard after God. ആമേൻ. എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ശൗലിനേക്കാളിൽ ഒരു വില്ലനായിരുന്നു ദാവീദ്. എങ്കിൽ പോലും തന്റെ ഹൃദയം കൊണ്ട് അദ്ദേഹം ദൈവത്തോട് പറ്റിച്ചേരാൻ കൊതിച്ചവനാണ്. Saul started well. ശൗലിന്റെ ആരംഭം നന്നായിരുന്നു. He became proud and he fell. ഹല്ലേലൂയ. അദ്ദേഹം നിഗളിച്ച് വീണുപോയി. David started well, ദാവീദിന്റെ ആരംഭം നല്ലതായിരുന്നു. but he also fell. എന്നാൽ അദ്ദേഹവും വീണു. But the difference is, when David fell, he got up again and said, Lord, I'm sorry, let's move forward. ആമേൻ. എന്നാൽ ദാവീദിന്റെ വ്യത്യാസം ഇതാണ്, താൻ വീഴ്ച പറ്റിയപ്പോൾ വീണെടുത്ത് കിടക്കാതെ എഴുന്നേറ്റിട്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പിന്നെയും കർത്താവിനോടൊപ്പം പോയി. It is not David's goodness alone. Thank you. ദാവീദിന്റെ നന്മ It മാത്രമല്ല, is not David's smartness alone. ദാവീദിന്റെ മിടുക്ക് മാത്രമല്ല. I'm going to reveal to you something which God has given to each one of you. Are you ready? ആമേൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നൊരു കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ If പോവാം. you turn with me to Isaiah 55, യെശയ്യാ 55 നോക്കിയാൽ, tonight the Lord is interested in encouraging you. So I see. ആമേൻ Let's go to Isaiah ആമേൻ 55. ആമേൻ. കർത്താവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് യെശയ്യാ 55 നോക്കാം. You know, rebuke actually comes very, very, very rarely. Most of the time, the Holy Spirit encourages us. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുമ്പോൾ കൂടുതൽ സമയം നമ്മളെ ഉത്തേജിപ്പിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ട് നമ്മളെ തർജ്ജനം ചെയ്യാറുള്ളൂ, ശാസിക്കാറുള്ളൂ. And in this church, we don't need that. Praise God. 55:3. Amen. Isaiah 55:3. ഹല്ലേലൂയ. യെശയ്യാ 55:3. Incline your ear and come unto me. Hear, and your soul shall live, and I will make an everlasting covenant with you, even the sure mercies of David. ആമേൻ ആമേൻ. എന്നോട് ചെവി ചായ്ച്ച് കേട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദാവീദിന്റെ നിങ്ങൾക്ക് ജീവനുള്ള ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. You know, that is the reason David did not fall. അതുകൊണ്ടാണ് ദാവീദിന് വീഴ്ച പറ്റാത്തത്. Once Saul fell, ശൗൽ ഒരിക്കൽ വീണു. he did not come back. ശൗൽ മടങ്ങി വന്നില്ല. David made a bigger fall. വലിയ അബദ്ധമാണ് ദാവീദിന് പറ്റിയത്. But why did David run after God? എന്നാൽ എന്തുകൊണ്ടാണ് ദാവീദ് കർത്താവിന്റെ പുറകെ ഓടിയത്? Not because of his merit. തന്റെ കഴിവുകൊണ്ടല്ല. God had made an everlasting covenant with David. ദാവീദുമായി ഒരു നിത്യ നിയമം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. And David held on to that. ആ ഉടമ്പടിയെ ദാവീദ് പിടിച്ചു. If you have a desire not to give up, I tell you, it is coming from God. ആമേൻ. ദൈവത്തെ ഞാൻ വിടുകയില്ല എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇത് ദൈവം നിങ്ങൾക്ക് തന്ന ആഗ്രഹമാണ്. Whatever difficulties you go through, failures you go through, difficulties and trials, remember, don't give up, because God is inside you telling you to move on, move on, move on. I am with you. I am the glory and the lifter of your head. ഓ ഹല്ലേലൂയ. എന്തെല്ലാം പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും പിന്മാറി പോകരുത്. എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ദൈവനെ സ്നേഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കർത്താവിന്റെ മഹത്വം വലുതാണെന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന്റെ ഒപ്പം പോകണം. Hallelujah. ആമേൻ. Hallelujah. സ്തോത്രം. That's the sure mercies of David. ഇതാണ് ദാവീദിന്റെ നിശ്ചല Look കൃപകൾ. at the life of David quickly. ദാവീദിന്റെ ജീവിതം ഒന്ന് നോക്കാം. When David failed, സ്തോത്രം. ദാവീദ് പരാജയപ്പെട്ടപ്പോൾ God sent a prophet. ഹല്ലേലൂയ. ദാവീദ് പ്രവാചകനെ അയച്ചു. When God sent a prophet, പ്രവാചകൻ വന്നപ്പോൾ this prophet spoke to David. പ്രവാചകൻ ദാവീദിനോട് When സംസാരിച്ചു. this prophet spoke to David, പ്രവാചകൻ ദാവീദിനോട് സംസാരിച്ചപ്പോൾ he spoke with kindness. He spoke with parables. ഹല്ലേലൂയ. അത് ഉപമകളിൽ കൂടിയാണ്, കഥകളിൽ കൂടിയാണ് പ്രവാചകൻ സംസാരിച്ചത്. And when he spoke in parables, he made sure that David understood his own drawback. ആമേൻ. ഈ പ്രവാചകൻ ദൈവാത്മാവ് ദാവീദിനോട് സംസാരിച്ചപ്പോൾ ദാവീദിന് ഇത് മനസ്സിലാകത്തക്ക രീതിയിലാണ് ദൈവാത്മാവ് സംസാരിച്ചത്. That is a sure mercy of David. അതാണ് ദാവീദിനോടുള്ള നിശ്ചല കൃപ. And that is there in the new covenant. അത് പുതിയ നിയമത്തിൽ നമുക്കുണ്ട്. I believe if you believe in the Lord Jesus Christ, ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കർത്താവ് യേശുവിൽ all the വിശ്വസിക്കുന്നു. promises God gave to David, yes, yes and amen for you in Christ Jesus. ദാവീദിന് ദൈവം കൊടുത്ത സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിൽ നമുക്കും ഉവ്വെന്ന് തന്നെയാണ്. So when the Lord gives you a desire to continuously pray, my brothers and sisters, keep praying. എൻ്റെ സഹോദരി സഹോദരന്മാരെ, തുടർമാനമായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കൊരു താല്പര്യം തരുമ്പോൾ തുടർമാനമായി പ്രാർത്ഥിക്കുക. Don't stop, keep going. അതെ, നിർത്താതെ പ്രാർത്ഥിക്കുക. Now there is a condition with God.
ദൈവത്തിന് ഇങ്ങനെ ഒരു He വ്യവസ്ഥയുണ്ട്. will always give you more than what you ask for. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ വളരെ അധികം ദൈവം തരും. I hope in this 40 days all of you have a list. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു 40 ദിവസം നമുക്കെല്ലാം ഒരു ലിസ്റ്റ് കാണും. Please make a list immediately if you don't have a list. ഇതുവരെ ലിസ്റ്റ് ഇല്ലാത്ത ഒരു ലിസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുക. I am surprised in many churches, they sit down for a fasting prayer for a particular reason. ആമേൻ. പല സഭകളിലും ഒരു പ്രത്യേക കാരണം കൊണ്ടായിരിക്കും ആളുകൾ ഉപവാസത്തിലിരിക്കുന്നത്. And we also we have our own purposes. നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. We are seeking the Lord's face about a new hall. നമുക്കൊരു പുതിയ ആരാധനാലയം ആവശ്യമാണ്. അതിനായി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. We are seeking the Lord for new souls. പുതിയ ആത്മാക്കൾക്കായി ദൈവമുഖം അന്വേഷിക്കുക. We are seeking the souls for deliverances in particularly some families. ചില കുടുംബങ്ങളിൽ പ്രത്യേകമായി വിടുതലുകൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. And we keep on seeking the Lord for each family. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവമുഖം അന്വേഷിക്കുക. Hallelujah. Are you with me, people of God? Lift your hands and praise God. Hallelujah. Hallelujah. We are Hallelujah. seeking the Lord for a mighty revival. ഒരു വലിയ ഉണർവിനായി ദൈവമുഖം അന്വേഷിക്കുക. By the way, I want you to know this Sunday we are going to have a guest speaker from Cali, Colombia. ആമേൻ. ഈ ഞായറാഴ്ച കാലി കൊളംബിയയിൽ നിന്നുള്ള ഒരു ഗസ്റ്റ് സ്പീക്കർ നമുക്ക് ഉണ്ടാകും. This man was part of the great revival that happened in 2006 or 7. I showed you the transformation series here. 2006-7 കാലങ്ങളിൽ ഉണ്ടായ വലിയ ഉണർവിന്റെ ഭാഗമായിരുന്ന ഒരു ദൈവദാസനാണ് ഇദ്ദേഹം. He's now an apostle. അദ്ദേഹം ഇപ്പോൾ ഒരു അപ്പോസ്തലനാണ്. So when I heard that he is coming, I immediately said, bring him. ആമേൻ. അദ്ദേഹം വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ടുവരാം. We want to be connected to people like that. അങ്ങനെയുള്ളവരുമായി നമുക്ക് ബന്ധപ്പെടണം. Hallelujah. Hallelujah. Praise the Lord. Okay, coming back. So when you pray, we are praying for a mighty revival to sweep the nation. ആമേൻ. ദേശത്തെ മുഴുവൻ കൊയ്തെടുക്കുവാൻ ആവശ്യമാകുന്ന ഒരു ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. Do you know many pastors are being led by God to pray for a mighty great awakening to come to United States of America? It will happen. ആമേൻ. അനേക ദൈവദാസന്മാർക്ക് ദൈവപ്രചോദിതമായിട്ട് അവർ അമേരിക്കയിൽ വലിയൊരു ഉണർവിന് വേണ്ടി അനേക ദൈവദാസന്മാർ പ്രാർത്ഥിക്കും. Not only revival church. റിവൈവൽ ചർച്ച് മാത്രമല്ല, many people are praying for a mighty revival. വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. But I know in this revival where we will be, I know. ഈ ഉണർവിൽ നമ്മുടെ സ്ഥാനം എവിടെ ആയിരിക്കും എനിക്കറിയാം. But we have to pray, people of God. Pray and pray. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. Whenever people talk of prayer, in our mind come a laborious act. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വലിയൊരു ഭാരം ഉള്ള ഒരു കാര്യം. Sometimes supposing the pastor tells you pray for 2 hours. പാസ്റ്റർ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ Then immediately we'll feel bored. പെട്ടെന്ന് നമുക്ക് ബോറിംഗ് തോന്നും. 2 hours. 2 മണിക്കൂർ പ്രാർത്ഥിക്കണം. Don't worry, I also have felt like that. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. But God can change situations for you. എന്നാൽ സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. Let me tell you something interesting. ഞാൻ വളരെ ഉത്സാഹമുള്ള ഒരു കാര്യം പറയാം. When I first about fasting, I looked at myself and said, I cannot even fast half a day. ആമേൻ. ഉപവാസത്തെ പറ്റി എനിക്ക് ഒരു നേരം പോലും എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വ്യക്തിയാ. Hallelujah. Then the Lord told me, why don't you ask me for grace? എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നോട് എന്തുകൊണ്ട് നീ കൃപ ചോദിക്കുന്നില്ല? You must have the right understanding of grace. ആമേൻ. കൃപയുടെ ശരിയായ കാര്യം നമ്മൾ ശരിയായ അർത്ഥം മനസ്സിലാക്കണം. Grace is the hand of God that helps you to do what you cannot do with your strength. ആമേൻ. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് എന്ത് സാധിക്കത്തില്ലയോ അത് ചെയ്യുവാൻ നമ്മളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സഹായ ഹസ്തമാണ് കൃപ. To the glory of God, I tell you, these days I am drinking just going on milk diet, meaning lassi and buttermilk, which some of our sisters bring, and all these things. But I am feeling on fire. This afternoon I was feeling a little weak. Then I said, Lord, I have to continue this fast. Help me, and I'm back on fire. Amen. ആമേൻ. ഈ ദിവസങ്ങളിൽ പാലിൽ കൂടെ ഉണ്ടാകുന്ന മോര്, പാല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വൈകുന്നേരം അല്പം ക്ഷീണം പോലെ തോന്നി. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ ശക്തീകരിക്കണം, ഈ ഉപവാസം പൂർത്തീകരിക്കാൻ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് എന്നെ സഹായിക്കണം. കർത്താവ് എന്നെ ബലപ്പെടുത്തി. More grace. അധികം കൃപ. More grace if you ask God. കർത്താവിനോട് ചോദിച്ചാൽ അധികം കൃപ തരാൻ കർത്താവ്. Similarly, God is willing to give more grace when you pray. പ്രാർത്ഥിക്കുമ്പോൾ അധികം കൃപ തരാൻ കർത്താവ് ഒരുക്കമാ. So 3 things I told you. ഞാൻ നിങ്ങളുടെ 3 കാര്യങ്ങൾ പറഞ്ഞു. Number 1, ഒന്നാമത്, have a clean conscience when you pray. പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല മനസ്സാക്ഷി വേണം. Number 2, രണ്ടാമത്, pray in the Holy Spirit. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. Number 3, മൂന്നാമത്, pray the word of God. ദൈവവചനത്തെ ഏറ്റുപറഞ്ഞ് I'm പ്രാർത്ഥിക്കുക. going to recap. വീണ്ടും പറയാം. Number 1, ഒന്നാമത്, having a good conscience. ദൈവസന്നിധിയിൽ നല്ല Okay, മനസ്സാക്ഷി. what does it say in Psalm 66:18? ഹല്ലേലൂയ. 66 സംഗീതം 18 വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? God tells very clearly to the psalmist. The psalmist knows very well why God does not listen to his prayer. സംഗീതക്കാരൻ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം എന്തുകൊണ്ടാണ് കേൾക്കാത്തത്. If you regard iniquity in your heart, I will not listen to your prayer. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ
യഹോവ എന്റെ പ്രാർത്ഥന What does it കേൾക്കുകയില്ലായിരുന്നു. mean to regard iniquity in our hearts? ഹൃദയത്തിൽ അകൃത്യം കരുതുക എന്ന് പറഞ്ഞാൽ എന്താ That means അർത്ഥം? externally we show that we love people, internally we hate people. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പുറമേ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും വലിയ സ്നേഹമാ, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമില്ല. Sometimes you feel that the devil, your own heart accusing a brother or sister because he or she did something which you didn't like. ആമേൻ. ചിലപ്പോൾ പിശാച് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ വശീകരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ഒരു സഹോദരനോ സഹോദരിയോ ചെയ്തത് കൊണ്ട് നമ്മുടെ തന്നെ ഹൃദയം അവരെ അക്യൂസ് ചെയ്യുകയാണ്. Yeah, I don't know about you, but I've gone through that trial many times. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. But the Lord has told me, എന്നാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, stand with your brother right now. നിന്റെ സഹോദരനോട് ചേർന്ന് നിൽക്ക്. Stand with your sister right now in the heart. ഹൃദയത്തിൽ നിന്റെ സഹോദരനോട് ചേർന്ന് നിൽക്കുക. That means don't listen to all the accusations from the devil, സ്തോത്രം. because the devil is bringing accusations. Don't do that. You stand with your brother. It is true, he or she may be imperfect, but you stand with them in the heart, and later you see changes in their life. ആമേൻ. കർത്താവിനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ നിനക്ക് തോന്നുന്ന കാര്യം ശരിയായിരിക്കാം, അവരുടെ ജീവിതത്തിൽ അപൂർണതകൾ ഉണ്ടായിരിക്കാം, എന്നാൽ ഇപ്പോൾ നീ നിന്റെ സഹോദരനോടും സഹോദരിയോടും നീ ഹൃദയം കൊണ്ട് ഐക്യമത്യപ്പെട്ട് അവർക്ക് വേണ്ടി നിൽക്കുക. പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഞാൻ കൊണ്ടുവരും. Hallelujah. Amen. I've seen that happening many times. അത് അനേക തവണ സംഭവിക്കും, ഞാൻ So if കണ്ടിട്ടുണ്ട്. you don't like your brother, you don't like your sister, I don't like her, I don't like him, but I have to be in the church and well, I'm not going to make a problem. That's not the right attitude. I don't like him, I don't like her, there's something bad about them, but still I will stand with them so that my heart may be perfect before my God. If God can stand with me, I can stand with my brother and sister. ആമേൻ, ആമേൻ. അങ്ങനെ മറ്റൊരു വ്യക്തിയോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ ആ വ്യക്തിയോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ശരിയായിട്ടുള്ള മനസ്സാക്ഷി എന്ന് In പറയുന്നത്. your heart, you can join your brother and sister and pray for them. ഹല്ലേലൂയ. ഹൃദയത്തിൽ നമ്മുടെ സഹോദരിക്കോ സഹോദരനോടോ ഐക്യമത്യപ്പെട്ടുകൊണ്ട് നല്ല മനസ്സാക്ഷിയോട് അവർക്കായി പ്രാർത്ഥിക്കാം. I'm speaking this to encourage your hearts, so that your hearts may be strong in the Lord, and you can start praying. Once you pray, things are going to happen. ആമേൻ, ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്താനാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തി ബലത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. So if there is something in your conscience tonight that is keeping you away from God listening to your prayer, my precious brothers and sisters, cleanse it before the Lord. The Lord is willing to help you. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സാക്ഷിയിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു കുറ്റമുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ കർത്താവിനോട് പറയുക. പരിശുദ്ധാത്മാവിൽ അതിനെ ശുദ്ധീകരിക്കാൻ നമ്മളെ സഹായിക്കും. കർത്താവിന്റെ രക്തത്താൽ അതിനെ ശുദ്ധീകരിച്ച് നല്ല മനസ്സാക്ഷിയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് മറുപടി തരും. Purposefully go to the Lord മനഃപൂർവ്വമായി ദൈവത്തിലേക്ക് പോയ and ask him for grace. കർത്താവേ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. I want to be clear with my brother and sister in the heart. ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് എന്റെ സഹോദരിയുടെ സഹോദരൻ നിരപ്പ് വേണം. I don't want to pretend outside. പുറത്തുനിന്നുള്ള അഭിനയമല്ല. You imagine if I have an accusative thought about this brother, how can we minister here together? ആമേൻ. ഈ സഹോദരനെതിരെ എന്റെ ഹൃദയത്തിൽ ഒരു അപവാദം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശുശ്രൂഷ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നത്? If the devil keeps on bringing accusations about the other pastors in the church, and I keep on listening to that accusation, yeah, that is true. If I keep on saying, who am I siding with? ആമേൻ. പിശാച് മറ്റു പാസ്റ്റർമാർക്കെതിരെ എൻ്റെ ഹൃദയത്തിൽ അപവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ശരിയാണെന്ന് ഞാൻ അതിനോട് ആമീൻ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്? Remember, accusation is only from the devil. ഓർക്കുക, അപവാദത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ കേന്ദ്രം, അപവാദത്തിന്റെ കേന്ദ്രം എപ്പോഴും പിശാചാ. Revelations 12:11 says, ആമേൻ. വെളിപ്പാട് 12:11 പറയുന്നു. I think it is in Revelations 12:11 it says, he is the accuser of the brethren. ആമേൻ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന ദുഷ്ടനെന്നാണ് പിശാചിനെ പറഞ്ഞത്. So if you were to agree with him, നമ്മൾ അവനോട് യോജിച്ചാൽ, where is your heart going to? നമ്മുടെ ഹൃദയം ആരോടാ പറ്റിയിരിക്കുന്നത്? Your heart is going to be closer to the devil. നമ്മുടെ ഹൃദയം പിശാചിനോട് അടുത്തിരിക്കുന്നത്. And you don't feel like praying. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. You don't feel like moving with the rest of the saints. മറ്റുള്ള വിശുദ്ധന്മാരുടെ ഒപ്പം പോകാൻ പറ്റുന്നില്ല. I tell you, that's a clever trick of the devil. In the name of Jesus, stand with your brother and sister. They may not be the most perfect people. Stand with them. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിങ്ങളുടെ സഹോദരനോടും സഹോദരിയുടെ എന്ത് കുറവ് അവരിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിലും അവരോട് ആത്മാവിൽ നിരപ്പ് പ്രാപിച്ച് അവർക്ക് വേണ്ടി ഇടവിൽ നിന്നുകൊണ്ട് അവരോട് ഏകാത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. After all, what right do we have to judge or condemn somebody? In the eyes of God, that bad brother or sister and we are the same in the Lord because of grace. ആമേൻ, ആമേൻ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരനെ സഹോദരിയോ കുറ്റം വിധിക്കാനോ അവരെ വിധിക്കാനോ കൊണ്ട് നമുക്ക് എന്താണ് അധികാരം? കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന അതേ കൃപ അവർക്കും കൊടുത്തിരിക്കുന്നുവല്ലോ. Hallelujah. സ്തോത്രം. That is how we should pray. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം പ്രാർത്ഥിക്കുമ്പോൾ.
Go sit there, good girl. Now listen, forgiveness is and unforgiveness is another area where God has said, I will not listen to your prayer. ആമേൻ. കർത്താവായ യേശുക്രിസ്തു നമ്മോട് വ്യക്തമായി പറഞ്ഞ വേറൊരു പോയിന്റാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ മനഃപൂർവ്വം മറ്റുള്ള സഹോദരനോട് ക്ഷമിക്കാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. Have you forgiven every day? Hallelujah. I tell you, I am very, very zealous in forgiving people. Tuck on the spot. ആമേൻ. ആളുകളോട് വളരെ ക്ഷമിച്ച് അതിനെ മറക്കുന്നതിൽ ഞാൻ വളരെ എരിവുള്ളവനാണ് ഓരോ ദിവസവും. Yes. If you know, for example, if I get a little, let's say, hard with my wife and just get angry with her, if she said something, immediately I say, Lord, forgive us, forgive her, forgive me. I want the spirit of forgiveness in our heart, no matter what. എൻ്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഏതെങ്കിലും നീരസം ഉണ്ടായാൽ പെട്ടെന്ന് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ അവളോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഈ ഭവനത്തിൽ എപ്പോഴും ക്ഷമയുടെ ആത്മാവ് വ്യാപരിച്ച് നിലനിൽക്കണം. That is the reason why when you allow these small hurts to be in your heart, it begins to grow up as walls and your prayers are blocked. God says, no, I will not regard your prayer because you have unforgiveness in your heart. ആമേൻ. അതുകൊണ്ട് ചെറുതായിട്ടുള്ള ഇങ്ങനെയുള്ള നീരസങ്ങളോ അല്ലെ അഭിപ്രായ ഭിന്നതകളോ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ മനഃപൂർവ്വമായി ക്ഷമിച്ച് മാറ്റിയില്ലെങ്കിൽ അത് വലിയ കോട്ടകളായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കത്തില്ല. കർത്താവ് പറയും, നീ നിന്റെ ഹൃദയത്തിൽ ക്ഷമിക്കാത്തത് കൊണ്ട് എനിക്ക് നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കത്തില്ല. Number 3, if we have opened our mouth to accuse somebody or speak evil to anybody, we should tell, Lord, at such and such a time, I have opened my mouth. I have talked bad about somebody. I have put so and so in a bad light. I want to ask you forgiveness. Cleanse my mouth also, because it is with your mouth that you are praying. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആർക്കെങ്കിലും എതിരെ നമ്മൾ എന്തെങ്കിലും അപവാദങ്ങളോ തെറ്റായുള്ള കാര്യങ്ങളോ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ സത്യമായിട്ട് ഏറ്റു പറയുക, കർത്താവേ ഇന്നതുപോലെ ഞാൻ ചെയ്തു, അത് തെറ്റായിപ്പോയി, എൻ്റെ വായ കർത്താവെ ശുദ്ധീകരിക്കണം. ഇതേ വായ കൊണ്ടാണല്ലോ എൻ്റെ സഹോദരനെ സഹോദരിയോ പറ്റിയോ ഞാൻ മോശം പറഞ്ഞ ദൂഷണം പറഞ്ഞ അതേ നാവ് കൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരിക്കുവാൻ കർത്താവെ അതിൽ നിന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. Hallelujah. Church, have a good conscience. സഭയെ ഒരു നല്ല മനസാക്ഷി നമുക്ക് ഉണ്ടാകട്ടെ. Number 2, pray in the Holy Ghost. That means pray with the gift of tongues. ആമേൻ. രണ്ടാമത്തെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അന്യഭാഷ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. Our own natural mind does not understand what the holy mind is speaking, what the mind of Christ is speaking. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായിട്ടുള്ള മനസ്സിന്റെ ആലോചന എന്താണെന്ന് നമ്മുടെ മാനുഷിക മനസ്സുകൾക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് അതറിയാം. If the Lord gives you tongues, utterances, speak it out. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ അന്യഭാഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഉപയോഗിക്കുക. I want to talk about the gift of tongues to make you understand this. ആമേൻ. അന്യഭാഷയെ പറ്റി നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയാം. The gift of tongues is a gift. ഓ ഹല്ലേലൂയ. അന്യഭാഷ എന്ന് പറയുന്നത് ഒരു ദാനമാണ്. And that gift is like a vessel. ആ ദാനം എന്ന് പറയുന്നത് ഒരു പാത്രം പോലെ. In that vessel you can pour out different dishes. ആ പാത്രത്തിനുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിഷുകൾ നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റും. If you have received the Holy Spirit baptism, you have this gift in you. ആമേൻ. പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദാനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. You don't have to be stuck with one language. ഒരു ഭാഷ കൊണ്ട് നിങ്ങൾ അത് പിടിച്ചോ നിൽക്കേണ്ട God കാര്യം. can give you different languages. പല ഭാഷകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. Different languages are given for different seasons, different things. വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്ത ഭാഷകൾ ദൈവം തരും. But during this season, സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടത്തിൽ you must tell, Lord, make it interesting for me to speak in tongues. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുളവാക്കുന്ന ആഗ്രഹമുളവാക്കുന്ന ഒരു കാര്യമാണ്. Speaking in tongues is not something which you do because pastor tells you to do it. പാസ്റ്റർ പറയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല അന്യഭാഷ പറയുന്നത്. It is something that must come automatically from us. നമ്മുടെ ഉള്ളിൽ നിന്നും സ്വാഭാവികമായിട്ട് വരേണ്ട ഒരു Oh, പ്രകടനമാണ്. whatever you are doing, I tell you, in the new covenant, you don't have to go to Jerusalem. Wherever you are in your workplace, you can open your mouth and praise the Lord. The tongues can come and it can glorify God. ഓ ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഈ പുതിയ നിയമത്തിൽ ജെറുസലേമിലോ ശമരിയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. ജോലി സ്ഥലത്താകട്ടെ, ചർച്ചിലാകട്ടെ, വീട്ടിലാകട്ടെ, എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ ഉറവ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് പറഞ്ഞു, എപ്പോഴും നിങ്ങൾക്ക് സാധ്യമാണ്. You need to break tonight. ഇന്ന് രാത്രി നമുക്ക് You need to break through tonight. ആമേൻ. ഇന്ന് രാത്രി നമുക്കൊരു വിടുതൽ വേണം. We want a praying church. നമുക്കൊരു പ്രാർത്ഥിക്കുന്ന സഭയാണ് You ആവശ്യം. are a praying people. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. But remember, I told you 2 months ago, എന്നാ 2 മാസം മുമ്പ് ഞാൻ പറഞ്ഞു, this prayer is not enough. ഇത്രയും പ്രാർത്ഥന പോരാ. We are good people. നമ്മൾ നല്ലവരാ. We are good prayer warriors. നല്ല Praise the Lord. പ്രാർത്ഥന പോരാളികൾ, അതും It is നല്ലതാ. because we pursue God in prayer. One of the reasons why God is keeping this church alive. ആമേൻ. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത് കൊണ്ട് അതാണ് ഈ സഭയെ ദൈവം സൂക്ഷിക്കുന്ന ഒരു കാരണം. One of the reasons. ഒരു കാരണം. Ultimately, it is His mercy and good. അതല്ലേ ആത്യന്തികമായി ദൈവത്തിന്റെ കൃപയും കരുണയും മാത്രമാണ്. But remember, I have told you to feed a 3-year-old
is not enough. The food that you feed a 3-year-old is not enough to feed a big man. പ്രിയപ്പെട്ടവരെ, 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം ഒരു പ്രായപൂർത്തിയായ മനുഷ്യന് തികയത്തില്ല. Today we have so many members in the church. ഇന്ന് നമുക്ക് സഭയിൽ അനേക മെമ്പേഴ്സ് And ഉണ്ട്. we are still working with many members outside the church. ഹല്ലേലൂയ. അനേക മെമ്പേഴ്സിനെ പുറത്ത് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. And what we need is prayer, prayer, prayer. ആമേൻ. നമുക്ക് ആവശ്യം പ്രാർത്ഥനയാണ്, പ്രാർത്ഥന. The other day, Pastor Thomas George and we were watching together the TB Joshua YouTube program. കഴിഞ്ഞ ദിവസം പാസ്റ്റർ തോമസ് ജോർജും ഞാനും കൂടെ TB ജോഷുവയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. And one thing Achayan observed was the group of people sitting right in front. They were all prayers, praying. ആമേൻ. മുന്നിൽ ഒരു കൂട്ടം ആളുകൾ ഇരിപ്പുണ്ട്, അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. And it is when these prayers go up, the anointing comes, the power comes, revelation comes. Some of you should see how people are demon possessed totally and speak. Demons speak through them. And it is only the grace of God which works out through the prayers of the people with them, which is releasing the people and redeeming the people. ആമേൻ. ഈ ദൈവജനം അവിടെ ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ വെളിപ്പാടുകൾ ഉണ്ടാകുന്നു. അവിടെ ദുരാത്മാക്കൾ വെളിപ്പെട്ട് അവരിൽ കൂടെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. ഒരുപാട് കാര്യങ്ങൾ ദൈവം അത്ഭുതങ്ങളാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുഖാന്തരമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ ധാരാളമായി പകർന്ന് അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. 2013, some of you went to Boston. 2013 നിങ്ങളിൽ പലരും ബോസ്റ്റണിൽ പോയല്ലോ. And then sister was telling me that when in break times, as is the custom of many people, after the meeting they went aside to talk. Then the Lord put it in her heart, don't go aside to talk, you still continue to pray. Suddenly the atmosphere began to change. ആമേൻ, ആമേൻ. 2013 ബ്രേക്ക് ടൈമിൽ ആളുകൾ സാധാരണ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പോവുക പതിവാണ്. എന്നാൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ആഗ്രഹം കൊടുത്തു, ബ്രേക്കിന് അവിടെ ഇവിടെയും പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, സമയം കളയാതെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ രൂപാന്തരപ്പെട്ടെന്ന് കേൾക്കുവാനിടയായി. I want you to say the word purposeful with me. ആമേൻ. പർപ്പസ്ഫുൾ എന്ന് പറയുക. In Malayalam it means manapurvada. മനഃപൂർവ്വത. Say with me, purposeful. Purposeful. I am a purposeful prayer warrior. I am a purposeful prayer warrior. ഞാൻ മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുന്നവനാണ്. Those who agree, lift both your hands and praise God. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി യോജിക്കുന്നവരെ ആമേൻ. Let the level of prayer in the church move into a higher level today in Jesus name. ഹല്ലേലൂയ. സഭയിലെ പ്രാർത്ഥനയുടെ അളവ് പുതിയൊരു തലത്തിലേക്ക് ഉയരട്ടെ. Let a fresh anointing come upon the people in the name of Jesus. ഓ ദൈവജനത്തിന് മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു പ്രത്യേക അഭിഷേകം കടന്നു Let വരട്ടെ. the children be powerful prayer warriors. കുഞ്ഞുങ്ങൾ നല്ല പ്രാർത്ഥനാ പോരാളികളാകട്ടെ. There is a prophecy about the children of this church. ഈ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവചനമുണ്ട്. Through them God shall do great things. അവരിൽ കൂടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. Hallelujah. Amen. Hallelujah. 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 So remember, praying in tongues is something beautiful. ആമേൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. When you pray in tongues, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ask God to anoint your gift. Oh. ഹല്ലേലൂയ. നിങ്ങളുടെ ആ കൃപാദാനത്തെ അഭിഷേകം ചെയ്യുവാൻ കർത്താവിനോട് Do you പറയുക. understand this, people? Let me explain it to you. ഞാൻ ഇങ്ങനെ പറയട്ടെ, This mic is like a gift. ഈ മൈക്ക് ഒരു ഗിഫ്റ്റ് ആണെന്ന് But I വിചാരിക്കുക. need to put batteries inside. ഇതിനകത്ത് ബാറ്ററി ഇട്ടേ പറ്റൂ. I need to recharge the batteries. ഈ ബാറ്ററി തീരുമ്പോൾ റീചാർജ് In ചെയ്യണം. the same way, you all have different gifts. അതുപോലെ നമുക്കെല്ലാം വ്യത്യസ്തമായ But the കൃപാദാനങ്ങളുണ്ട്. anointing has to recharge your gifts. എന്നാൽ അഭിഷേകം മുഖാന്തരമാണ് നമ്മുടെ ഗിഫ്റ്റുകൾ Tonight, റീചാർജ്. tell the Lord, Lord, let my gift of prayer be charged, double charged, triple charged, 7 times charged by the Holy Ghost, so that I can bring heaven down. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ പ്രാർത്ഥനയുടെ അഭിഷേകം ഒരു മടങ്ങല്ല, 2 മടങ്ങല്ല, 7 മടങ്ങല്ല. ഞാൻ പ്രാർത്ഥനയിൽ പോരാടുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് എനിക്ക് തത്സമയം മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള അഭിഷേകം എന്നിൽ ചാർജ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. Hallelujah. Hallelujah. When heaven looks down when God looks down, സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കും. I want, as a pastor of this church in the Lord, I want this testimony about Revival Church. I have a group of praying people, my children in Philadelphia. ആമേൻ, ആമേൻ. ദൈവം ഈ സഭയെ പറ്റി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലഡൽഫിയയിൽ നിരന്തരം എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരുണ്ട്. And when the devil comes to attack the United States of America, അമേരിക്കയെ ആക്രമിക്കുവാൻ പിശാച് വരുമ്പോൾ God can say, because of those group of people in Philadelphia, I am going to extend the life of this nation for another 200 years. ഓ അതുകൊണ്ട് പിശാച് അമേരിക്കക്കെതിരെ എന്തെങ്കിലും ഒരു പദ്ധതിയുമായി അടുത്തു വരുമ്പോൾ ദൈവം പറയും, ഇതാ നോക്കുക, ഒരു ചെറിയ കൂട്ട ജനം ഭക്തന്മാർ അവർ എന്റെ നാമത്തെ നിരന്തരം വിളിച്ചപേക്ഷിക്കുന്നു. അവരുടെ പ്രാർത്ഥന മുഖാന്തരമായി ഈ ദേശത്തിന്റെ കാലാവധിയെ ഞാൻ ദീർഘമാക്കാൻ പോകുന്നു. One day in eternity, God is going to give us extra rewards because we were faithful in prayer. അങ്ങനെ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ നിശ്ചയമായിട്ടും നിത്യതയിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് പ്രത്യേകമായ പ്രതിഫലം കർത്താവ് തരും.
Tonight, God is looking for a group of people who can pray and pray and pray. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം ഉറ്റുനോക്കുകയാണ്. Tonight, let that culture come upon us and our children. ഇന്ന് രാത്രി ഈ സംസ്കാരം നമ്മുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ഇറങ്ങി വരട്ടെ. My precious brothers and sisters, let me tell you a truth. ഞാൻ സത്യം പറയാം പ്രിയപ്പെട്ടവരെ. More than the right doctrine, it is your relationship with God that matters. ആമേൻ ആമേൻ. നമ്മുടെ ഉപദേശത്തിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ അധികമായി കർത്താവുമായുള്ള നിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. Whether you believe it is finished or whether you believe you have to do something, the important thing is that you have closer relationship with God. That is through prayer. എല്ലാം നിവൃത്തിയായി എന്ന് നമ്മൾ വിശ്വസിച്ചാലും നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിശ്വസിച്ചാലും ഈ വിശ്വാസത്തിന് അപ്പുറമായി നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം നിമിത്തമായി സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മളോടുകൂടെ പരിവർത്തിക്കുവാനിടയാകും. Those who agree say an amen. Those who understand say ആമേൻ. amen. അറിയാവുന്നവരെ മനസ്സിലായവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Let this church be a praying church in the name of Jesus. ഓ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഭ ഒരു പ്രാർത്ഥനാ സഭയാകട്ടെ. Not only the pastors must labor in prayer. പാസ്റ്റർമാർ മാത്രം പ്രാർത്ഥന അധ്വാനിച്ചാൽ പോരാ. All the mature Christians here rise up to their standard in position in Jesus' name. ഈ സഭയിലുള്ള എല്ലാ പക്വതയായ ദൈവമക്കളും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ തലങ്ങളിലേക്ക് എഴുന്നേറ്റ് ആത്മാവിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. Don't worry if people acknowledge you or not. You know your position in the Lord. ആളുകൾ നിങ്ങളെ അംഗീകരിച്ചേക്കാം ഇല്ലായിരിക്കാം, അതിനെപ്പറ്റി ഗണ്യമാക്കേണ്ട. ക്രിസ്തുവിൽ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ തിരിച്ചറിയുന്നുവല്ലോ. Many of you don't realize some of your presence here is also a reason why God is pulling this church through. You may not be standing here and preaching, but your presence in this place is making a difference. ഓ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലായിരിക്കാം, നിങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നില്ലായിരിക്കാം, എങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ഈ സഭയെ നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. Because you are mature Christians in the Lord. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ പക്വതയുള്ള ദൈവമക്കളാ. You have tasted the Lord and known that He is good. ഓ ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവമക്കളാണ് നിങ്ങൾ. Come on, you must start filling that vacancy. ഓ ഹല്ലേലൂയ സ്തോത്രം. ശൂന്യതയെ പരിഹരിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചതാ. There is a vacancy which you have in this church. ഈ സഭയിൽ നിങ്ങൾക്കൊരു ശൂന്യത പരിഹരിക്കാനുണ്ട്. And that vacancy place is only for you. ആ സ്ഥാനം പരിഹരിക്കാൻ കഴിയും നിങ്ങൾക്ക് It മാത്രമാണ്. cannot be taken by anybody else. മറ്റൊരു വ്യക്തിക്ക് ആ സ്ഥാനം പരിഹരിക്കാൻ പറ്റത്തില്ല. But if the Lord wants to take you to another nation, that's a different reason. മറ്റൊരു ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, അത് വേറെ But as കാര്യമാണ്. long as you are in this nation, എന്നാൽ നിങ്ങൾ ഇവിടെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം in those days, your place will not be taken by another person. God has found you there to sit down and pray and shake the world, take heaven for the nation. ആമേൻ ആമേൻ. നിങ്ങൾക്ക് ദൈവം ഈ ദേശത്ത് ഈ സഭയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തോളം ദൈവം നിങ്ങൾക്ക് തന്ന സ്ഥലം, ആ സ്ഥാനം അവിടെ തന്നെ കാണും. ആ സ്ഥാനം ഉപയോഗിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുവാനായി ആ സ്ഥാനം ഉപയോഗിച്ച് നിങ്ങൾ ദൈവത്തിൻസന്നിധിയിൽ പ്രാർത്ഥിക്കുക. Here is a fresh understanding, encouragement for all of us. നമുക്ക് തരുവാനൊരു പ്രത്യേക ഒരു പ്രോത്സാഹനം കർത്താവ് തരുന്നു. I don't know your praying habits. നിങ്ങളുടെ പ്രാർത്ഥനാ സ്വഭാവത്തെ പറ്റി എനിക്ക് I don't അറിയത്തില്ല. know what schedule you have. നിങ്ങളുടെ പ്രാർത്ഥന സ്കെഡ്യൂളിനെ പറ്റി But അറിയത്തില്ല. one thing you can pray before any prayer. എന്നാൽ ഏത് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. Lord, as I'm about to pray, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. please make it a scene where I will not feel bored. എനിക്ക് ബോർ അടിക്കത്തില്ല. ആ കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥന എനിക്കൊരിക്കലും ഒരു മടുപ്പായി തീരരുത്. Lord, make this fellowship so beautiful and sweet that I don't want to get up from the place of prayer. കർത്താവേ, ഈ പ്രാർത്ഥന കൂട്ടായ്മ ഒരു മധുരമുള്ള, എനിക്ക് ഒരിക്കലും കർത്താവെ നിർത്താൻ ആഗ്രഹമില്ലാത്ത, ഒരിക്കലും ഒരു ബോർ തോന്നാത്ത, മടുപ്പ് വരാത്ത ശ്രേഷ്ഠമായ ഒരു മധുരമായ ഒരു അനുഭവമാക്കി തീർക്കണമേ എന്ന് I'm telling you, sorry brother, I'm telling you it is possible. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് സാധ്യമാ. God can do it for us. നമുക്കായി ദൈവം ചെയ്തു തരും. Prayer is going to be the greatest thing in our life. നമ്മുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയായിരിക്കും. After a whole day's meeting, Jesus went back to the Father to pray. ഓ ഒരു ദിവസത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് യേശു കർത്താവ് തനിയെ പിതാവുമായി പ്രാർത്ഥിക്കുവാൻ മാറിപ്പോയി. He had delivered people from demons. ഓ ഭൂതങ്ങളിൽ ബാധിച്ചവരെ കർത്താവ് സൗഖ്യമാക്കി. He had healed the sick. ഓ രോഗികളെ സൗഖ്യമാക്കി. Humanly speaking, he must have been tired. ഓ ഭൗതികമായി പറഞ്ഞാൽ യേശു കർത്താവ് ക്ഷീണിച്ചു കാണും. But Jesus went up to Mount Olives. എങ്കിലും യേശു ഒലിവുമലയിൽ പ്രാർത്ഥിക്കാൻ പോയി. What is Jesus? അതാണ് നമ്മുടെ യേശു. If you have the blessings of Jesus, the character of Jesus, the anointing of Jesus, we can also ask for the prayer life of Jesus. ആമേൻ ആമേൻ. യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ അഭിഷേകം, യേശുവിന്റെ കൃപയും നമുക്കുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നെങ്കിൽ യേശുവിന്റെ പ്രാർത്ഥനാ സ്വഭാവം നമുക്ക് ദൈവത്തോട് ചോദിക്കാം, അത് ദൈവം നമുക്ക് തരും. According to Romans 8:28 and 29, Jesus is my elder brother and your elder brother too.
ഹല്ലേലൂയ. റോമർ 8:28-29 പ്രകാരം എന്റെ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് നമ്മുടെ യേശു കർത്താവ്. And he is our best example. യേശുവാണ് നമ്മുടെ ഏറ്റവും നല്ല And മാതൃക. the Bible says, look, fix your eyes on Jesus. ഓ ദൈവവചനം പറയുന്നു യേശുവിൽ നിങ്ങളുടെ ശ്രദ്ധ അർപ്പിക്കാം. Tonight let us ask, Lord, give us your prayer life. ഓ കർത്താവേ, അങ്ങയുടെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമെന്ന് നമുക്ക് ചോദിക്കാം. Through that prayer life, ministries are going to birth. ആ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടിയാണ് ശുശ്രൂഷകൾ ഹല്ലേലൂയ സ്തോത്രം ജനിക്കാൻ പോകുന്നത്. Through that ministry, through that prayer, churches are going to be planted. ആ പ്രാർത്ഥനയിൽ കൂടി സഭകൾ സ്ഥാപിക്കപ്പെടും. Through that prayer, big things are going to happen. ആ പ്രാർത്ഥനയിൽ കൂടി വലിയ കാര്യങ്ങൾ നടക്കും. Hallelujah. ഹല്ലേലൂയ. Praying in the Spirit is given to the church and to us through by the Lord God Almighty. ഓ സ്വർഗ്ഗസ്ഥനായ ദൈവം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സഭയ്ക്കും അധികാരം തന്നിരിക്കുക. Did Jesus speak in tongues? യേശു അന്യഭാഷ പറഞ്ഞു? I believe he did. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. It is not mentioned in the Bible, ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. but I fully believe that Jesus did speak in tongues. ഞാൻ വിശ്വസിക്കുന്നു യേശു അന്യഭാഷ Did സംസാരിച്ചു. Paul speak in tongues? പൗലോസ് പറഞ്ഞു. Did Peter speak in tongues? പത്രോസ് പറഞ്ഞു. Oh, the gift of the Holy Spirit is still there. എല്ലാ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും ഇന്നും അതുപോലുണ്ട്. Please don't listen to half truths and quarter truths, and Holy Spirit is not there anymore. All these lies of the devil. The Holy Spirit is Hallelujah. still alive and active. Amen, amen. As he was 2000 years ago. He is still the Lord of the church. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് സഭയുടെ നാഥനാണ്. സഭയുടെ ഹല്ലേലൂയ സഭയെ ഒരുക്കുവാൻ ദൈവ സ്വർഗ്ഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവ് എങ്ങനെ യേശുവിന്റെ കാലഘട്ടത്തിൽ സജീവമായിരുന്നു അതുപോലെ തന്നെ ആളത്വത്തിലും എല്ലാ പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ സജീവമാണ്. പോഷ്ക്ക് പറയുന്ന പിശാചിന്റെ പോഷ്ക്കുകളെ നിങ്ങൾ വിശ്വസിക്കരുത്. Those who understand, lift your hands and praise God. ഹല്ലേലൂയ. മനസ്സിലാകുന്നവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് Tonight let us ask, Lord, give us your prayer life. കർത്താവേ യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. I've heard of great revivalists. ഒരു വലിയ ഉണർവ് പ്രസംഗനെ എനിക്കറിയാം. Many of them I've heard about. അദ്ദേഹത്തെ പറ്റി പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. Many kinds of evangelists I've heard about. അനേക സുവിശേഷന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. They will all agree with one thing. അവർ ഒരു കാര്യത്തിൽ യോജിക്കും. Bend your knees and pray. ആമേൻ. മുട്ടുന്മേലിരുന്ന് പ്രാർത്ഥിക്കാം. Whatever theology they speak about, ആരൊക്കെ എന്തൊക്കെ തിയോളജി പറഞ്ഞാലും speak in tongues and pray. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാം. The third thing. മൂന്നാം കാര്യം. What's the third thing? Come on. മൂന്നാമത്തെ കാര്യം എന്താ പറയുക? Praying the word of God. ദൈവവചനത്തെ ഉച്ചരിച്ചുകൊണ്ട് We പ്രാർത്ഥിക്കാം. can speak with a good conscience. നല്ല മനസാക്ഷി കൊണ്ട് പറയാം. പ്രാർത്ഥിക്കാം. We can pray in the Holy Spirit. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ We must പറ്റും. also pray in the word. എന്നാൽ ദൈവവചനം കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Pray the scriptures. ദൈവവചനം പ്രാർത്ഥിക്കാം. Many years ago, when I landed in trouble in the midst of a problem, we were about to do something for the Lord. Suddenly the devil began to manifest. ആമേൻ. അനേക വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് വേണ്ടി ഒരു കാര്യം ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഹല്ലേലൂയ പിശാച് ഞങ്ങൾക്ക് ഇടർച്ച വരുത്തുവാനിടയായി. Immediately the Holy Spirit made this prayer come out of my mouth. പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്രാർത്ഥന പുറത്തു വന്നു. Lord, please do not let any weapon form prosper against me. കർത്താവേ എനിക്ക് വിരോധമുണ്ടാകുന്ന ഒരായുധം ഫലപ്പെടാൻ അനുവദിക്കരുത്. It's a promise given to you and me. അത് നിങ്ങൾക്ക് എനിക്ക് തന്ന No weapon fashioned against you shall prosper. നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഫലിക്കയില്ല. But when at that situation, when you either declare or begin to pray, Lord, give me that promise now, it begins to pass. നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങൾ ഈ വാഗ്ദത്തം ഉച്ചരിക്കുകയോ ആ വാഗ്ദത്തം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും. If you are going through a financial crisis, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോൾ you know which verse to pray. നിങ്ങൾക്കറിയാം ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്. Ask God. കർത്താവിനോട് ചോദിക്കാം. And God is able to make all things. What is that? എന്റെ ദൈവമോ. Oh, okay, you can pray that. And my God, you said you will supply all my needs. I am asking you, supply all my needs. See, this is praying through the scripture. വലിയ ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുമ്പോൾ ഫിലിപ്പിയർ 4:19 നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമോ തന്റെ ബുദ്ധിമുട്ടൊക്കെ സ്വർഗ്ഗത്തിലെ തന്നെ ധനത്തോടെ മഹത്വത്തോടെ കർത്താവേ യേശുക്രിസ്തുവേ പൂർണ്ണമായി തീർത്തു. Hallelujah. Lord, you promised it. I want it. കർത്താവേ ഇത് അങ്ങയുടെ വാഗ്ദത്തമാണ്. ഇപ്പോൾ എനിക്ക് വേണം ഇത്. That is praying the scripture. അതാണ് തിരുവചനം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. 2 Corinthians 9 verses 6 to 8, and God is able to make all sufficiency in all things, so that you may have sufficiency in all things, etc., etc. That verse is there. Pray and ask God for that. ആമേൻ. 2 കൊരിന്ത്യർ 9 അധ്യായത്തിൽ പറയുന്ന പോലെ ഹല്ലേലൂയ നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി എല്ലാത്തിലും തികഞ്ഞു വരുവാൻ തക്കവണ്ണം സകല കൃപയും നിങ്ങളിൽ പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്നുള്ള വചനം നിങ്ങൾ പ്രാർത്ഥിക്കാം. If you are going through times of depression or gloom or insecurity, pray Psalm
Psalms 91. ആമേൻ. സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നിരാശയിൽ കൂടി കടന്നു പോകുമ്പോൾ 91 സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം. How do you pray Psalms 91? എങ്ങനെയാണ് 91 He സങ്കീർത്തനം? that abides under the shadow of the Almighty. You can say, Lord, I am dwelling under the shadow of the Almighty. I am in the Lord Jesus Amen, Christ. amen. I am asking you for this. I am asking you for that. You can ask, surely He shall take care of you. ആമേൻ ആമേൻ. കർത്താവേ, അത്യുന്നതനായ അങ്ങയുടെ മറവിൽ വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് യാതൊരു ബാധയും എന്റെ കൂടാരത്തിന്റെ അടുക്കത്തിൽ നിന്ന് പകൽ പറക്കുന്ന അസ്ത്രവും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവും ഒരു ബാധയും എനിക്ക് അടുക്കത്തിൽ നിന്ന് ഈ വചനം പ്രകാരം എനിക്ക് വാഗ്ദത്തമുണ്ട്. ഞാനത് പ്രാർത്ഥിക്കുന്നു, എനിക്കിപ്പോൾ വേണം. If the devil comes and taunts you in the heart about your children, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി നിങ്ങളുടെ ഹൃദയത്തിൽ പിശാച് കുത്തിയാൽ you shall pray this prayer, Psalms 102:28. ആമേൻ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. 102 സങ്കീർത്തനത്തിന്റെ 28 വാക്യം പ്രാർത്ഥിക്കുക. The children of your servants shall stand, ഓ, നിന്റെ ഭക്തന്മാരുടെ നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. and their generation shall stand before you. അവരുടെ തലമുറകൾ നിന്റെ മുമ്പാകെ അവരെ നേരോടെ Lord, നിൽക്കും. that is a promise. Let that happen in Jesus' name. കർത്താവേ, അങ്ങ് തന്ന ഈ വാഗ്ദത്തം എന്റെ ജീവിതത്തിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നടക്കട്ടെ. This is praying in the scripture. തിരുവചനത്തിൽ പ്രാർത്ഥിക്കാം. Look into the New Testament books. പുതിയ നിയമപുസ്തകം നോക്കാം. The book of Matthew gives us so many promises about prayer. ഓ, പ്രാർത്ഥനയുടെ ഒരുപാട് വാഗ്ദത്തങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. 2 or 3 are agreed in my name. Whatever you ask, I shall give it to you. നിന്റെ നാമത്തിൽ 2 പേർ ഭൂമിയിൽ ഐക്യപ്പെടപ്പെട്ടതല്ല അവർ ഐക്യപ്പെടുത്തപ്പെടുന്ന ഏത് കാര്യവും പിതാവ് തരും. Oh, there is a beautiful thing, a dynamics of prayer there. പ്രാർത്ഥനയുടെ ഒരു നല്ല ആശയം അവിടെ ഉണ്ട്. Turn with me to Matthew 16. മത്തായി 16 പോകാം. Let us see what the Lord tells us from Matthew 16. മത്തായി 16 ദൈവം സംസാരിക്കുന്നത് എന്താന്ന് നോക്കാം. It's beautiful, isn't it? Isn't Matthew 16? ഹല്ലേലൂയ. എത്ര Matthew മനോഹരം. 18. Matthew 18. Sorry. സ്തോത്രം. Thank you Jesus. Are you with us, people of God? ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. Hallelujah. പരിശുദ്ധാത്മാവേ സ്തോത്രം. Where is it? 18? Thank you boss. 19, huh? Chapter 18, verse 19. Okay. മത്തായി 18:19. ആമേൻ. For where? Oh, what an amazing promise. എത്ര ശ്രേഷ്ഠതയേറിയ വാഗ്ദത്തമാണിത്. Now we are all agreed here. നമ്മളെല്ലാം യോജിച്ചിരിക്കുക. You know, between Dennis and between Monsi, the Lord is there. ആമേൻ. ഡെന്നിസിന്റെയും മോൻസിബിന്റെ ഇടയ്ക്ക് കർത്താവുണ്ട്. Between Achayan and Monsi, Lord is there. അച്ചായനും മോൻസിബിന്റെ ഇടയ്ക്ക് കർത്താവുണ്ട്. Between Achayan and George brother, the Lord is there. അച്ചായനും ജോർജ് ബ്രദറിന്റെ ഇടയ്ക്ക് കർത്താവുണ്ട്. Between us, God is there. ഞങ്ങൾക്ക് മധ്യ യേശുവുണ്ട്. Between me and mommy, God is there. എനിക്ക് മമ്മിക്ക് ഇടയിൽ യേശുവുണ്ട്. Everywhere Jesus is here right ഓ now. ഹല്ലേലൂയ, എല്ലായിടത്തും യേശു നിറഞ്ഞിരിക്കുക. Now, if I want a glass of water, what will I do? എനിക്ക് ഗ്ലാസ് വെള്ളം വേണം, ഞാൻ എന്ത് ചെയ്യും? I can just tell Reena. റീനാസിസ്റ്റോട് പറയും, She'll get it for me എനിക്ക് കൊണ്ടുതരും. because she's right there. കാരണം സാധനം അവിടെ ഇരിക്കുക. Are you understanding, people of God? മനസ്സിലാകുന്നുണ്ടോ Jesus പ്രിയപ്പെട്ടവരെ? said, I am in your midst if you agree on touching anything in the world. ആമേൻ ആമേൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യോജിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. But we have to understand something very clearly here. എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. Jesus did not say we have to agree about everything in the world. അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരേ മനസ്സുള്ളവരാണെന്നല്ല അതിനർത്ഥം. No, understand this very clearly. വ്യക്തമായി മനസ്സിലാക്കുക. Whatever thing you are talking about that particular thing, you agree with me. That's all he said. ആമേൻ. കർത്താവ് പറയുന്നതിന്റെ അർത്ഥം, നിങ്ങൾ ഏത് കാര്യത്തെ പറ്റി പ്രാർത്ഥിക്കാൻ പോകുന്നു, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഏക മനസ്സ് ഒരു മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. Hello. ഹല്ലേലൂയ. That is why I'm very careful Hallelujah. that different people don't have different ideas about the church. സഭയെ പറ്റി വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. That is why God gives the vision to one person. അതുകൊണ്ടാണ് സഭയെ പറ്റിയുള്ള ദർശനം ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്നത്. And then he brings like-minded people into the church. ആ ദർശനത്തോട് യോജിക്കുന്നവരോ കർത്താവ് കൂട്ടിച്ചേർക്കും. Otherwise 10 people will have 20 ideas. അതല്ലെങ്കിൽ 10 പേര് കാണും 20 ആശയങ്ങളാ. One person will think, let us go for a 20 number church. That's enough. ഒരാൾ പറയും നമുക്ക് 20 പേരുള്ള ഒരു സഭ മതി. Another person will say, no, we will have only people from Kerala. അടുത്തൊരു കൂട്ടം ആള് പറയും കേരളക്കാർ മാത്രം മതി. Another group of people will say another thing. വേറൊരു അഭിപ്രായം വേറൊരാൾ പറയും. And they are all praying for church growth. അവരെല്ലാം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി That is പ്രാർത്ഥിക്കും. the vision of the Lord, is that any nation, any tribe can come into revival church. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ദർശനം ഇതാണ്, ഏത് ഗോത്രക്കാർക്കും ഭാഷക്കാരനും വംശക്കാരനും റിവൈവൽ ചർച്ചിൽ വരാം. The vision of the church is any person in any situation, however bad, can come into the church and serve the Lord. ആമേൻ ആമേൻ.
എത്ര മോശക്കാരനാകട്ടെ, എത്ര നല്ലവനാകട്ടെ, ഏത് ആവശ്യമുള്ളവനാകട്ടെ, അവന്റെ ഏത് ആവശ്യങ്ങൾക്കും ഈ സഭയിൽ വന്ന് പ്രാർത്ഥിക്കാമെന്നാണ് ദൈവത്തിന്. And the vision of the Lord is whoever comes here will find fresh opportunities with the Lord, fresh life with the Lord. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ദർശനം ഇതാണ്. ഇവിടെ കടന്നു വരുന്ന വ്യക്തിക്ക് ക്രിസ്തുയേശുവിൽ പുതിയ അവസരങ്ങൾ, പുതിയ ജീവിതം, പുതിയ സമൃദ്ധി, ദൈവത്തിന്റെ കൃപ സുലഭമായി ലഭിക്കുക. The vision of the church is that Lord Jesus Christ shall reign supreme in this church in the name of the Father, Son and the Holy Spirit. ആമേൻ, ആമേൻ. ഇത് സഭയുടെ ദർശനം ഇതാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരിപൂർണമായിട്ടുള്ള മഹത്വത്തോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമോഹത്തിനായിട്ട് ഇവിടെ വാഴുക. Hallelujah. ഹല്ലേലൂയ. These are all things we agree upon. ഇതെല്ലാം നമ്മൾ യോജിക്കുന്നുണ്ടല്ലോ. But for your simple prayer request, എന്നാൽ നിങ്ങളുടെ ലളിതമായ പ്രാർത്ഥന ആവശ്യത്തിന് only you and whoever you are praying with need to agree. ആമേൻ. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ആരാ, നിങ്ങൾ ഒന്നിച്ച് ആ വിഷയത്തിൽ യോജിച്ചാൽ മതി. You don't have to agree with thousands of doctrinal points. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ഉപദേശ വിഷയങ്ങളിൽ നിങ്ങൾ ഐക്യപ്പെടേണ്ട കാര്യമില്ല. See how simple and good Hallelujah. Jesus has made church for us. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ സഭയും ദൈവവചനം എത്ര ലളിതമായിട്ടാണ് നമുക്ക് അനുസരിക്കാൻ കൊണ്ടു തന്നിരിക്കുന്നത്. Hallelujah. സ്തോത്രം. You can sit with your sister നിങ്ങളുടെ സഹോദരനെ ചേർന്നിരിക്കാൻ പറ്റും. and say, sister, I know that you love me, you love me, I love you too. Let us sit together, just the two of us, and pray. I want to see a deliverance in 6 months or 3 months, in 2 months. That is one of the reasons I tell sisters, don't take your prayer request to every person, because different people will give you different ideas, different people, and you are totally confused. Don't do it. Find 1 or 2 people. If the pastor is available, get him. Agree with the man of God. Quickly things will happen. ആമേൻ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ അനേകരോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളുമായി ഐക്യമത്യപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തി മതി. ആ വ്യക്തിയോട്, കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ സ്നേഹം അറിയുന്നു, ഞങ്ങൾ സ്നേഹിച്ച ഒരേ ആശയത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഒരു പരിഹാരം വരാൻ വേണ്ടി ഞങ്ങൾ ഒരേ ആശയത്തിൽ ഒരേ മനസ്സോട് യോജിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇതിന് ഇത്ര ദിവസത്തിനിടയിൽ ഒരു പരിഹാരം അവിടെ നടത്തി തന്നേ പറ്റത്തുള്ളൂ. ഞാനും എൻ്റെ സഹോദരി ഈ വിഷയത്തിൽ യോജിക്കുന്നു എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ദൈവസന്നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തത്സമയം വിടുതലുണ്ടാകും. But do you know something interesting? ഒരു ഉത്സാഹമുള്ള കാര്യം Which പറയട്ടെ. is the best couple you can find to sit together and pray? ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ദമ്പതികൾ ആരാ? The couple, the husband and the wife. അത് ഏറ്റവും നല്ല പാർട്ട്നേഴ്സ് ഭർത്താവും ഭാര്യയുമാണ്. Okay. Let us, for the timing, let us leave alone single mothers and those who are widows. I will come to you. But the rest of you who Amen. are married, do you know the toughest thing to sit? I don't know about you. The toughest thing to sit together and pray is with your husband or your wife. ആമേൻ, ആമേൻ. ഏകരായിട്ടുള്ളവരെ നമുക്കൊരു നിമിഷത്തേക്ക് മാറ്റിവെക്കാം. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 2 പേര് ഭർത്താവും ഭാര്യയും തന്നെയുമാണ്. എന്നാൽ നമ്മൾ വാസ്തവമായിട്ട് ഈ തത്വം അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. Hallelujah. You know why? ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? Because when the wife starts to pray, the husband will tell, that's not the way to pray. ആമേൻ. കാരണം ഭാര്യ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭർത്താവ് പറയും അങ്ങനെയല്ല പ്രാർത്ഥിക്കണം. Or the husband starts to pray, the wife says, no, that's not the way to pray. ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യ പറയും അതും ഒരു ശരിയല്ല. Church, I want you to know, when the husband and wife begins to pray, it is like one man praying, because the body is the same. It is me. When I pray with Rina, I am getting double portion of to pray. We Amen. agree in Amen. prayer. ആമേൻ. ഭർത്താവും ഭാര്യ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ ശക്തിയുണ്ട്. അത് 2 വ്യക്തികളല്ല, ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. ആ സമയത്ത് വളരെ ഇരട്ടി ദൈവകൃപ ആ പ്രാർത്ഥനയ്ക്ക് അതിന്റെ മറുപടി ലഭിക്കുവാൻ ഇടയായിത്തീരും. I saw some of my sisters smiling. They think there is a problem in our family. There is no problem in my family. Praise the Lord. എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, യാതൊരു പ്രശ്നവും I ഇല്ല. remember some time ago, there was a man of God. His wife was sharing with me. ചില നാളുകൾക്ക് മുമ്പ് ഒരു ദേവദാസന്റെ വൈഫ് എന്നോട് ഇങ്ങനെ പങ്കുവച്ചു. She said, Shiju, one thing that doesn't happen in my family, I can never sit with my husband and pray. I don't know why. അത് കർത്താവിന്റെ ദാസി ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടും ഒരിക്കലും എൻ്റെ ഭർത്താവിനോട് ഞങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. She is a well-meaning sister. അല്ലല്ല, സത്യം പറഞ്ഞ ഒരു സഹോദരിയാണ്. What is the problem? എന്താണ് പ്രശ്നം? Before she was married, she was under another mighty man of God. ആമേൻ. വിവാഹത്തിന് മുമ്പ് ഈ സഹോദരി വേറൊരു ദേവദാസന്റെ കീഴ്പ്പെട്ടിരുന്ന ആളാണ്. And this guy was a go-getter, dynamic personality. If I tell the name, you all know the man of God. So I'm not saying that man of God. അദ്ദേഹം ഒരു ശക്തനായ ദേവദാസനാണ്. And this is a powerful man. അദ്ദേഹം ശക്തനാണ്. He's got a mega church in South India. തെക്കേ ഇന്ത്യയിൽ വലിയ സഭയുള്ള ഒരു ദേവദാസനാണ്. And this pastor's wife was under him for some time. ഹല്ലേലൂയ സഹോദരൻ. ഈ പാസ്റ്ററുടെ ഭാര്യ കുറച്ചു നാൾ ഈ സഭയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. So she is used to this active, dynamic, anointed moving of the spirit and prayer and all these things. ആമേൻ. അതുകൊണ്ട് ആ സഭയിൽ നിന്ന് തനിക്ക് കിട്ടിയ ആ പ്രാർത്ഥനാ പരിചയങ്ങൾക്കകത്താണ് ഈ സഹോദരിക്ക് പരിചയം. She got married.
സഹോദരി വിവാഹിതയായി. another anointed man, to a man of God who's very anointed. ആമേൻ. വേറൊരു ദൈവദാസനോട് വിവാഹം കഴിഞ്ഞു, വളരെ അഭിഷക്തനായ But he's മനുഷ്യൻ. a totally different character. അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. You know, he chalta hai. ആമേൻ. അദ്ദേഹം പറയും ഇങ്ങനെ let it go. Let the Lord build the church. നമുക്ക് നടത്തട്ടെ. Why are you getting excited? നിനക്കെന്താ ഇത്ര വലിയ ഉത്സാഹം? And she was feeling depressed. അതുകൊണ്ട് ഈ സഹോദരിക്ക് നിരാശ തോന്നി. She's coming from fire. തീയിൽ നിന്ന് വരികയാണ്. It's a different kind of fire. ഇത് വേറൊരു തീയാ. She can't adjust. തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ So പറ്റില്ല. she used to call me. എന്നെ വിളിക്കുമായിരുന്നു She said, സഹോദരി. come and pray. സഹോദര പ്രാർത്ഥിക്കും പാസ്റ്റർ. We are kind of close. I mean, it's like, why don't you come and pray? ആമേൻ. ഷിജു ബ്രദർ പ്ലീസ് കം ആൻഡ് Let us sit together and pray. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. And we used to pray together. ഒന്നിച്ച് And she പ്രാർത്ഥിക്കുമായിരുന്നു. used to be very comfortable when she prays with me. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വളരെ സന്തോഷമായിരുന്നു. Hallelujah. സ്തോത്രം. Are you understanding what I'm trying to മനസ്സിലാവുന്നുണ്ടോ? tell you? She did not understand Hallelujah. that she had to agree Thank you, to, she could not understand that praying with her husband simply means saying, yes, you need something right now. Father, in the name of Jesus, my husband and I are agreeing on this matter. It is not about feeling nice in prayer. It is agreement. Amen. Agreement is the greatest powers which can bring down heaven for you. ആമേൻ ആമേൻ ആമേൻ. ഭർത്താവിനോടൊപ്പം ഭാര്യ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുടെ ഒന്നും കാര്യമില്ല. ഇത് വേറൊരു വിഷയമാണ്. ഈ ഒരു വിഷയത്തിൽ കർത്താവേ ഞാനും എൻ്റെ ഭർത്താവും കൂടെ യോജിക്കുന്നു. ഈ വിഷയത്തിന് ഞങ്ങൾ യോജിക്കുകയാണ് എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ വിഷയം ഉണർത്തിക്കുമ്പോൾ ദൈവം നിശ്ചയമായി മറുപടി തരും. You know, in this regard, how blessed are widows and single people. ആമേൻ. ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ സ്തോത്രം. വിധവകളും തനിയെ ആമേൻ. പാർക്കുന്നവരും. തനിയെ പാർക്കുന്നവർക്കും ഇങ്ങനെയുള്ള കുഴപ്പമില്ല. Because the Lord identifies with them. കാരണം കർത്താവ് അവരോട് ഏകീഭവിക്കുക. I am the Lord of the widow. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഞാൻ വിധവമാരുടെ That ദൈവമാണ്. means when you kneel down and pray, God stands with you himself. അതിന്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ നിങ്ങൾക്ക് കാന്തനായിട്ട് കൂടുണ്ട്. People of God, understand, if you're looking for something in your life, just agree with a person like-minded. Just ask for it, you will get it. ഹല്ലേലൂയ. ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ വിഷയത്തോട് യോജിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുമായി നിങ്ങൾ യോജിച്ച് പ്രാർത്ഥിക്കുക. Supposing you have a husband or a wife who doesn't agree with you, നിങ്ങളുടെ ഭർത്താവ് ഭാര്യയോ നിങ്ങളുമായി but യോജിക്കുന്നില്ലെങ്കിൽ you are more anointed, നിങ്ങൾക്കാണ് അധികം what do അഭിഷേകം. you pray? എന്ത് പ്രാർത്ഥിക്കും? Start praying, Lord, bring my spouse to your presence that we may pray together. കർത്താവേ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ എൻ്റെ ഭാര്യയിലുള്ള അഭിഷേകത്തിന്റെ തലത്തെ വർദ്ധിപ്പിക്കണം. Church, dwell on the power of agreement. ഹല്ലേലൂയ സ്തോത്രം. അത് പ്രിയപ്പെട്ടവരെ, ആ ഐക്യതയുടെ യോജിപ്പിന്റെ ആ ശക്തിയിൽ നിങ്ങൾ ജീവിക്കുക. Ask the Holy Spirit to give you the power of agreement. ഹല്ലേലൂയ. യോജിക്കുവാനുള്ള കഴിവ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. I may not agree with 20 things about another brother, but I want to see his deliverance happening. I agree with my brother. I want to see that happening this month. ആമേൻ. എൻ്റെ സഹോദരന്റെ 20 വിഷയങ്ങളിൽ പറ്റി എനിക്ക് യോജിപ്പില്ല. എന്നാൽ ഈ ഒരു പ്രത്യേക വിഷയത്തിൽ ഈ സഹോദരന് വിടുതൽ വേണമെന്ന് എനിക്കറിയാം. ഈ വിടുതലിന് വേണ്ടി ഞാനും എൻ്റെ സഹോദരനോട് ഐക്യമത്യപ്പെടുന്നു. കർത്താവേ അങ്ങ് പ്രവർത്തിക്കണമേ. Are you with me, people of God? മനസ്സിലാവുന്നുണ്ടോ? That's a power of agreement. അതാണ് യോജിപ്പിന്റെ There is a power which God puts on agreement. ഹല്ലേലൂയ. നമ്മൾ യോജിക്കുമ്പോൾ ഒരു ശക്തി കർത്താവോട് കൽപ്പിക്കുക. Not only when you pray. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല. Supposing, let us say, you want to get your child married in 2014, in 2020. ചിന്തിക്കാൻ 2020 മകളുടെ വിവാഹം കഴിച്ച് നടത്തണം. Okay, the husband thinks that magalalla, anybody. Amen. Let us say you want to get your son for a higher education in 2020. അല്ലെ ഇങ്ങനെ ചിന്തിക്കാൻ 2020 കുഞ്ഞിന്റെ വിദ്യാഭ്യാസം. But the father says 2020. അപ്പം പറഞ്ഞു 2020 But the mother is not so sure. Maybe 2018. അമ്മയ്ക്ക് അത്ര ഉറപ്പില്ല. അമ്മ പറഞ്ഞു ഒരുപക്ഷേ 2018 Or ആയിരിക്കും. maybe 2021. അല്ലെ 2021 ആയിരിക്കും. So when two people are praying, they are not agreed on the date. ആമേൻ. ഈ മകന്റെ വിഷയം അല്ലെ ഈ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ തീയതിയെ പറ്റി ഇവർക്കൊരു യോജിപ്പില്ല. They have no agreement on the date. തീയതിയെ പറ്റി ഇവർക്ക് യോജിപ്പില്ല. Whose prayer should God honor? ഈ ഭർത്താവിന്റെ ആണോ ഭാര്യ ഏത് പ്രാർത്ഥന കർത്താവ് കേൾക്കണ്ടേ? Which date should God honor? ഏത് ഡേറ്റാ കർത്താവ് കേൾക്കണ്ടേ? People, agreement is there for that matter. When should this be done? When can we have it? Lord, we agree on this particular thing. ഹല്ലേലൂയ. കർത്താവേ ഈ വിഷയത്തിൽ ഞങ്ങൾ യോജിക്കുന്നു. ഇതിന് ഇന്നതാണ് എൻ്റെ തീയതി, ഇന്നതാണ് എൻ്റെ കാലാവധി എന്ന് നിങ്ങൾ രണ്ടുപേരും ഐക്യപ്പെടുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ അവതരിപ്പിക്കുക. കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. That is why the kingdom of God has the greatest committee you can ever see. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ എപ്പോഴും എല്ലാത്തിനും കമ്മിറ്റി കാണാൻ പറ്റും. You know how many people are there in the committee in the kingdom of God? ദൈവരാജ്യത്തിൽ കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ? 3 people.
മൂന്ന് പേര്, the Father, the Son, and the Holy Spirit. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രം. And they are agreed with one another. അവർ പരസ്പരം That യോജിച്ചിരിക്കുകയാണ്. is why the kingdom of God will grow every day. അതുകൊണ്ടാണ് ദൈവരാജ്യം ഓരോ ദിവസവും വളരുന്നത്. God will do what he thinks is right. ഓ, തനിക്ക് ശരിയെന്ന് തോന്നുന്നു ദൈവം ചെയ്യും. He doesn't care for any satanic trouble. ഓ, പിശാചിന്റെ പ്രവൃത്തിയൊന്നും ദൈവം He will ഭയപ്പെടുന്നില്ല. lift his children up. തന്റെ മക്കളെ ദൈവം എഴുന്നേൽപ്പിക്കും. If God has seen you in a high place, he will take you there. ഒരു ഉയർന്ന സ്ഥാനത്ത് ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്, ദൈവം അവിടെ കൊണ്ടുപോകും. Sometimes you have to do a simple co-payment. Pray. ചിലപ്പോൾ പ്രാർത്ഥന എന്നൊരു കോപ്പേയ്മെന്റ് നിങ്ങൾ നടത്തേണ്ടി Church, we are വരും. going to spend some time in corporate prayer. നമുക്ക് പൊതുവായിട്ട് പ്രാർത്ഥന അല്പം സമയം Are you ചെലവഴിക്കാം. charged up listening to this message about prayer? പ്രാർത്ഥനയെ പറ്റിയുള്ള സന്ദേശം കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ചാർജ് ഉണ്ടായോ? സന്തോഷം തോന്നിയോ? സന്തോഷം Does തോന്നിയോ? it encourage you to pray? നിങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിച്ചോ? To spend more time in prayer? അധിക സമയം പ്രാർത്ഥന ചെലവഴിക്കാം. Let me conclude this message by telling you this. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം ഉപസംഹരിക്കട്ടെ. After you have received your requests, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ശേഷം maybe you may not have to pray so strenuously like this, വളരെ ഇങ്ങനെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. but after a season come back again. ആമേൻ. എന്നാ ഒരു കാലഘട്ടത്തിന് ശേഷം മടങ്ങി വാ. You don't have anything, you don't need anything, നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. but still come back to God. എങ്കിലും ദൈവത്തിലേക്ക് മടങ്ങി Let വാ. me tell you the heart of God. ദൈവത്തിന്റെ ഹൃദയം ഞാൻ പറയാം. I want you to understand it clearly. അത് വ്യക്തമായി നമ്മൾ Right മനസ്സിലാക്കണം. now my children need me. ഇപ്പോൾ എന്റെ മക്കൾക്ക് എന്നെ They ആവശ്യമാണ്. need me to drive them to school and college. They need me to provide food for them. They need me for everything. ഇപ്പോൾ അവരെ കോളേജിൽ വിടാനെ കൊണ്ടും ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും എന്നെ ആവശ്യമാണ്. Once they go out of the house, എന്നാൽ അവർ വീട്ടിന് പുറത്ത് പോയാൽ they are self-sufficient. അവര് സ്വയം പര്യാപ്തരാ. And I don't put a rule on my children. They should come and see me and fall at my feet every Saturday. No. എല്ലാ ആഴ്ചയും വന്ന് എന്റെ അടുക്കൽ വന്നിട്ട് കുമ്പിടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. It is their life. അത് അവരുടെ ജീവിതമാണ്. But I'll be pleased deep inside my heart. I'll be happy in my heart എന്നാൽ എന്റെ ഹൃദയത്തിൽ സ്വസ്ഥത കാണും, സന്തോഷം കാണും. if they choose to give me a call every day. ഓരോ ദിവസവും എന്നെ ഒന്ന് വിളിച്ചാൽ എനിക്ക് സന്തോഷം കാണും. Daddy, I don't need anything, but how are you? എനിക്കൊന്നും വേണ്ട, എങ്കിലും എങ്ങനെ ഇരിക്കുന്നു? Daddy, are you keeping good health? സുഖമായിരിക്കുന്നു Are ഡാഡി? you eating well? നന്നായി ഭക്ഷണം Are you കഴിക്കുന്നു? taking care of your diet? നിങ്ങളുടെ ഭക്ഷണം ശരിയായിട്ട് That is സൂക്ഷിക്കുന്നു? something we expect. Though we don't exact, we expect. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. Now, a time is coming, I tell you. സ്തോത്രം. ഒരു സമയം നമുക്ക് വരുന്നുണ്ട്. None of you in PRC is going to lack material goods. ആമേൻ. പിആർസിയിലുള്ള ഒരു വ്യക്തിക്കും ഭൗതിക നന്മയ്ക്ക് And കുറവുണ്ടാകില്ല. even spiritually, you are going to be blessed. ആമേൻ. ആത്മീയമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. But never forget this fellowship with God called prayer. ആമേൻ, ആമേൻ. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ ദൈവിക കൂട്ടായ്മയെ പറ്റി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. The more you get interested in that, ഹല്ലേലൂയ. അധികം ഇതിലേക്ക് താല്പര്യം the നിങ്ങൾക്ക് more ഉണ്ടാകട്ടെ. you become a prayer warrior. നിങ്ങൾ അധികം പ്രാർത്ഥനാ പോരാളിയാകും. Whatever you prayed for, God will just give it to you. It will go on. ആമേൻ. നിങ്ങൾ എന്ത് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരും, അത് But മുന്നോട്ട് പോകും. you will be available for God so that He can hand over sweet burdens into your heart so that you can pray for other people. ആമേൻ. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാരത്തോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കുമ്പോൾ അതിൽ ദൈവത്തിന് വളരെ സന്തോഷമാണ്. Choose this day ഈ ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക. what you will do voluntarily. നിങ്ങൾ സ്വമേധയാ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം Will you തിരഞ്ഞെടുക്കുക. spend time in prayer? പ്രാർത്ഥനയിൽ സമയം Some ചിലവഴിക്കുക. of you I see are struggling because of medication. ചിലര് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. And even then, because you love the Lord, you have come into the temple. അല്ലെങ്കിൽ എങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഓടി വരുന്നേ. May the Lord bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Think of I'm going to pray for you that you will not have to take medicine. നിങ്ങൾക്ക് മരുന്നിന്റെ ആവശ്യമില്ലാതിരിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. Your diabetic conditions can come down and be cured totally in Jesus' name. ഓ, ഡയബറ്റിസ് യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായി സൗഖ്യമാകും. It is possible. അത് സാധ്യമാണ്. Maybe you don't believe it. I believe it because God is capable. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ദൈവം ശക്തനാണ്. I agree with my heavenly Father. ഞാൻ എന്റെ സ്വർഗ്ഗീയ പിതാവുമായി യോജിക്കുക. Whatever He says will come to pass. താൻ പറയുന്നതൊക്കെ നിവർത്തിക്കപ്പെടും. If He says there is healing for diabetes, there will be healing for diabetes. ഹല്ലേലൂയ. ഡയബറ്റിസ് സൗഖ്യമാവുന്ന എന്റെ പിതാവ് പറഞ്ഞാൽ അങ്ങനെ തന്നെ. Without any trace in it. അതിന്റെ ഒരു ട്രേസും ഇല്ലാതെ. In the mighty name of Jesus, we declare a release upon people who are suffering from diabetes. ഓ, യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഡയബറ്റീസ് ആയി ഭാരപ്പെടുന്ന എല്ലാവരുടെ മേലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. I don't want Adam to decide how I live. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ആദാം തീരുമാനിക്കണ്ട. I decide that Jesus Christ shall decide how I live. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യം എന്റെ യേശു കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞു. Because the Bible says, എന്തുകൊണ്ടെന്നാൽ വചനം പറയുന്നു, by His stripes we are healed. യേശുവിന്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. By His stripes I am healed. യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. I don't have to take penicillin injection anymore, insulin injection anymore. ഇനിയും എനിക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. I don't have to
to carry a bottle with me wherever I go. ഞാൻ പോകുന്നിടത്ത് ഒരു ഭാരം വഹിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. Tonight God is setting some people totally free in the name of Jesus. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് പരിപൂർണ്ണ സൗഖ്യം കർത്താവ് I കൽപ്പിക്കുക. pray and hope that God will renew your strength. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ശക്തിയെ പുതുക്കട്ടെ. This is going to be a miracle for many people. നിങ്ങളിൽ പലർക്കും ഇത് ഒരു അത്ഭുതമായിരിക്കും. Some of you are going to say like this. നിങ്ങളിൽ ചിലർ ഇങ്ങനെ പറയും, I was diabetic up to this age, but the Lord has released me supernaturally. I stand for my Jesus. ഇത്രയും പ്രായം വരെ എനിക്ക് ഡയബറ്റീസ് കൊണ്ട് ഭാരപ്പെട്ടു, എന്നാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ എന്റെ യേശു എന്റെ ഡയബറ്റീസിനെ സൗഖ്യമാക്കി. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Diabetes is not a problem for my God. എന്റെ ദൈവത്തിന് ഡയബറ്റീസ് ഒരു വിഷയമേ അല്ല. AIDS is not a problem for Jesus. എയ്ഡ്സ് എന്റെ യേശുവിന് ഒരു വിഷയമേ അല്ല. Nothing is difficult for our God. എന്റെ ദൈവത്തിന് ഒന്നും വിഷയമല്ല. Our God is able. എന്റെ ദൈവം പ്രാപ്തനാണ്. Our God is able. എന്റെ ദൈവം പ്രാപ്തനാണ്. I want to tell you, I want to look into the future and tell you, ഭാവിയെ നോക്കി നിങ്ങളോട് പറയട്ടെ. some of you who do not have diabetes, നിങ്ങളിൽ പലർക്കും ഡയബറ്റീസ് ഇല്ലാത്തവരോട് പറയാം, further up your age, further down your age, നിങ്ങളുടെ പ്രായം മുന്നുള്ള പ്രായം വരെ the devil is planning traps. പിശാച് നിങ്ങൾക്ക് കെണിയൊരുക്കുക. But today in the name of Jesus, എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ we the church cancel it. യേശുവിന്റെ സഭയാകുന്ന ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. No weapon fashioned against you shall prosper. ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഒരായുധം You ഫലിക്കില്ല. shall not have diabetes. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാകത്തില്ല. You shall rest. നീ സ്വസ്ഥനായിരിക്കും. Your pancreas is blessed. നിങ്ങളുടെ പാൻക്രിയാസ് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. Your pancreas was touched and created by our God. നിങ്ങളുടെ പാൻക്രിയാസിനെ സൃഷ്ടിച്ചതും അതിനെ സൗഖ്യം തന്നതും യേശുവാണ്. Even if you are 100 years old, He will take care of it and make it to function properly in the mighty name of Jesus. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് 100 വയസ്സ് പ്രായമുണ്ടെങ്കിലും നിങ്ങളുടെ പാൻക്രിയാസ് യേശു കർത്താവ് പരിപൂർണമായി പൂർണ്ണ ആരോഗ്യത്തിൽ പൂർണ്ണ സൗഖ്യത്തിൽ യേശു കർത്താവ് സൂക്ഷിക്കും. They that wait upon the Lord shall renew their strength. യേശുവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. They shall rise and fly like eagles. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു കയറും. They shall run and not be weary. അവരോടും തളർന്നു പോകില്ല. What a wonderful word. എത്ര മനോഹരമായ വചനം. Come on, church, lift your hands and praise God. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. The Lord has done awesome things for you. Awesome things for you He has done. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ശ്രേഷ്ഠ കാര്യങ്ങളൊന്ന് ഓർത്ത്. He's a wonderful God. അവൻ എത്ര വലിയവൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. ഹല്ലേലൂയ. Jesus. Hallelujah. Thank you, Lord. Thank you, Lord. Oh, hallelujah. Church, if the Lord can give me grace to stand here and preach, ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രസംഗിക്കാൻ കർത്താവിന് കൃപ തന്നാൽ തരുന്നതുകൊണ്ട്, തരുന്നത് കൊണ്ട് how much more can He do for you? ഹല്ലേലൂയ. എത്രയധികം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പറ്റും. Ask for grace. കൃപ ചോദിക്കുക. I call you prayer warriors in Jesus. യേശുവിൻ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥനാ പോരാളികളെ നിങ്ങളെ ഞാൻ വിളിക്കുക. It is your prayer that's going to change the nation. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ദേശത്തെ മാറ്റാൻ പോകുന്നത്. God is looking for you to change the nation of America. ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനായി ഇതിനെ മാറ്റുവാൻ കർത്താവ് വളരെ ആഗ്രഹത്തോടെ നിങ്ങൾ നോക്കുക. This is a nation that is blessed by God. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണിത്. And another awakening is coming, a revival is coming. വലിയൊരു ഉണർവ്, വലിയൊരു ആത്മീയ ഉണർവ് ദേശത്ത് വരുന്നു. God is looking for you. അതിനായി ദൈവം നിങ്ങളെ നോക്കുക. Who is going to stand in the gap and pray? ആരിടവിൽ നിന്ന് പ്രാർത്ഥിക്കൂ. Who will pray for this blessed nation? ഈ അനുഗ്രഹിക്കപ്പെട്ട ദേശത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കൂ. Who will pray for the nation that God made great? കർത്താവ് മഹത്വമാക്കിയ കർത്താവ് അനുഗ്രഹിച്ച ഈ ദേശത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കൂ. The goodness of this nation is our goodness. ഈ ദേശത്തിന്റെ നന്മയാണ് നമ്മുടെ നന്മ. Can we stand up in the presence of God? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. The word of the Lord. I'm going to stop the ministry of the word right now. ദൈവത്തിന്റെ ശുശ്രൂഷ ഇപ്പോൾ നിർത്തുകയാണ്. We're going to pray. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. What we're going to do? എന്താ നമ്മൾ ചെയ്യുന്നത്? We're going to open our mouths and pray in tongues. നമ്മൾ വായ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. I'm sure you already have asked the Lord to cleanse you and you're free.
ആമേൻ. കർത്താവേ എന്നെ ശുദ്ധീകരിക്കണേ. നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. And I want you to start speaking in tongues, those who can. നിങ്ങൾക്ക് അന്യഭാഷ തന്നിട്ടുള്ളവർ നിങ്ങൾ വായെ തുറന്ന് അന്യഭാഷ പറയുക. And then speak and pray in tongues. ആ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. And if you want to find a partner, find a partner. നിങ്ങൾക്കൊരു പങ്കാളി ആവശ്യമുണ്ടെങ്കിൽ പങ്കാളി
tunnel, Lord Jesus. Come to the cross, the Lord, my Savior. Revive once again, the Lord, my Savior. I am going, oh Lord, to the church, my God. That's the person of His heart. But I long to rise in the arms of God. Let me closer, Lord, to God. Coming nearer, 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 blessed Lord, to the cross where Thou hast died. Drawing nearer, 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 blessed Lord, to the precious bleeding side. Consecrate me now to the service, Lord, in the power of mercy on. Let your heart look up with a steadfast hope that my will be not unknown. Draw me nearer, 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 blessed Lord, to the cross where Thou hast died. Draw me nearer, 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 blessed Lord, to the precious bleeding side. To the precious bleeding side. Before we disperse tonight, I want to share a word of wisdom. You can remain standing 1 minute. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ജ്ഞാനത്തിന്റെ വാക്ക് നിങ്ങളോട് When പറയാം. the Lord has declared a total release for diabetes, ഡയബറ്റീസിന് കർത്താവ് ഒരു പൂർണ്ണ സൗഖ്യം കൽപ്പിച്ചു കഴിഞ്ഞിരിക്കെ now from today, ഇന്ന് മുതൽ you can always claim that. നിങ്ങൾക്കത് അവകാശപ്പെടാം. It will not touch you. അത് നിങ്ങളെ തൊടത്തില്ല. You know, some of you don't have it now, നിങ്ങൾ ചിലർക്ക് ഇപ്പോഴില്ല, but there was a possibility. എന്നാൽ ഒരു സാധ്യതയുണ്ട്. But the Lord has cancelled it tonight. എന്നാൽ ആ സാധ്യതയെ കർത്താവ് ക്യാൻസൽ ചെയ്തു. Some of you are struggling in that. നിങ്ങൾ ചിലർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. There will be tremendous change. അതിന് വലിയ വിടുതലുണ്ട്. Keep asking for it to manifest in your body. നിങ്ങളുടെ ശരീരത്തിൽ അത് വെളിപ്പെടുവാൻ, പൂർണ്ണമായി വെളിപ്പെടുവാൻ നിങ്ങൾ പറയുക. Remember what the Lord said. കർത്താവ് പറഞ്ഞത് ഓർക്കുക. They that wait upon the Lord shall renew their strength. കർത്താവിനെ കാത്തിരിക്കുന്നവർ ചില ശക്തി പുതുക്കപ്പെടും. They shall run and not be weary. അവരോടും ക്ഷീണിക്കത്തില്ല. They shall rise like eagles. അവർ ഈ കഴുകന്മാരെ പോലെ ഉയരും. Let's lift our hands and thank the Lord. ഹല്ലേലൂയ. Hallelujah. Father, we thank you tonight for the release of the word. Lord, we choose to pray that anointed prayer to be with you. Let this move begin today, Lord, and move into our homes, that we may always be prayer warriors and knowing reality, being with you. In Jesus' name we pray. Also, those of them who are watching us right now, let this prayer power go up to them and let their lives also be blessed. In Jesus'